ഇന്ന് രാത്രിയിൽ ദൈവവചനം ശുശ്രൂഷിപ്പാൻ കർത്താവിൻ്റെ നിഷേധ്യമായ കൃപയിൽ ഞാൻ ശരണപ്പെടുന്നു. എബ്രായ ലേഖനം 13-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യവും 12-ാമത്തെ വാക്യവും 13-ാമത്തെ വാക്യവും. മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്ത് വെച്ച് ചുട്ടുകളയുന്നു. ഞാൻ ഒന്ന് രണ്ട് വാക്ക് പറഞ്ഞിട്ട് ഈ ദൂതുമായിട്ട് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ട് ശുശ്രൂഷിപ്പാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെല്ലാവരും ആ വാക്യം ശ്രദ്ധിച്ചു എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്ത് വെച്ച് ചുട്ടുകളയുന്നു. ഒന്നുകൂടെ ആവർത്തിക്കാം. ഞാനിവിടെ കണ്ടുക്ഷോഭം ചെയ്തിട്ട് ഞാൻ പറയുന്നത് നിങ്ങളിൽ എത്തിയില്ലെങ്കിൽ വല്ലാത്ത സങ്കടവും ദുഃഖവും ഉണ്ടാവും. അതുകൊണ്ട് ആരവത്തേക്കാൾ അപ്പുറം ആരാധനയും വായിൽ നിന്ന് വരുന്ന സ്തോത്രത്തിൻ്റെ പുറകിൽ അകത്ത് വീണ ദൂതുമുണ്ടാകണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞു വരുന്നത്. ഒരു മഹാപുരോഹിതൻ, ആ ഭാഗമൊക്കെ ഞാൻ വിശദീകരിക്കാം. പരിശുദ്ധ സ്ഥലത്തിലേക്ക് പോകുമ്പോൾ ആ പിള്ളേരോട് അടങ്ങിയിരിക്കാൻ പറഞ്ഞോ. മഹാപുരോഹിതൻ രക്തവുമായിട്ട് അകത്തോട്ട് പോകുമ്പോൾ ആ രക്തം ആ കിണ്ണത്തിൽ പുരോഹിതൻ്റെ കയ്യിലിരിക്കുമ്പോൾ ആ രക്തം ഊറ്റിയെടുത്തത് ഏത് ഉടലിൽ നിന്നാണോ ആ ഉടല് പാളയത്തിൻ്റെ പുറത്ത് തീയുടെ അകത്ത് കിടന്ന് കരിയുകയാണ്. ഞാനീ പറഞ്ഞ എത്ര പേര് കേട്ടു? റൈറ്റ്. അടുത്ത വാക്യം 12. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്ത് വെച്ച് കഷ്ടം അനുഭവിച്ചു. അപ്പോസ്തലനായ പൗലോസ് രണ്ടാമത് ആ സംഭവം തന്നെ അതിൻ്റെ പൊരുള് പറയുകയാണ്. മഹാപുരോഹിതൻ രക്തവുമായിട്ട് അകത്തോട്ട് പോയി മൃഗത്തിൻ്റെ ഉടല് പുറത്ത് കിടന്ന് തീക്കകത്ത് ചുടുകയാണ്, കരിയുകയാണ്. അങ്ങനെ യേശു സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്ത് വെച്ച് കഷ്ടമനുഭവിക്കുന്നു. 11-ാമത്തെ വാക്യത്തിൽ ഒരു മൃഗത്തിൻ്റെ ഉടല് തീക്കകത്ത് കിടന്നതുപോലെ തന്നെ നഗരവാതിലിൻ്റെ പുറത്ത് ദൈവക്രോധത്തിൻ്റെ ആളുന്ന അഗ്നിയിൽ നമ്മുടെ കർത്താവിൻ്റെ ശരീരം വേകുകയാണ്. അടുത്ത വാക്യം. ആകയാൽ നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. അപ്പോസ്തലനായ പൗലോസ് പഴയ നിയമത്തിലെ തീക്കകത്ത് വെന്തു നിൽക്കുന്ന ഒരു മൃഗത്തിൻ്റെ ഉടലും കാലസമ്പൂർണതയിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഗാൽഗുഥായുടെ നെറുകയിൽ തകർന്ന യേശുവിൻ്റെ കാൽവറി മരണത്തെയും കാണിച്ചിട്ട് അടുത്തൊരു തലമുറയോട് പറയുന്നു, നിങ്ങൾ പാളയങ്ങളിൽ സുഖവാസം അനുഭവിക്കാതെ പ്ലീസ് യു കം ഔട്ട്, നീ പുറത്തേക്ക് വരിക. ഒരു തലമുറയെ കൈകാട്ടി വിളിക്കുന്നു. എങ്ങോട്ട്? സുഖങ്ങളിലേക്കല്ല, മറിച്ച് ക്രൂശിൻ്റെ അടിവാരത്തിൽ നിൽക്കാൻ ഒരു തലമുറയെ ദൈവം അന്വേഷിക്കുകയാണ്. ഇതെല്ലാം ഇതുപോലെ പറഞ്ഞെത്തിക്കാൻ കഴിയുമോ എന്നെനിക്കറിയത്തില്ല. പ്രസംഗത്തിൻ്റെ പ്രസവവേദന എന്നെ പലപ്പോഴും അലട്ടാറുണ്ട്. എങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ചൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ അധരങ്ങളും ഒന്ന് തുറന്ന് ഇടത്തും വലത്തും ഇരിക്കുന്നവരെ നോക്കണ്ട. ആലയത്തിൻ്റെ 4 ഭിത്തിക്കുള്ളിൽ കാണിക്കാനുള്ള പ്രകടനമല്ല ആരാധന. ഏത് നാൽക്കവലയിലും 4 ആൾ കൂടെ നടത്തും. ആമെ ചങ്കിലെ ചോരയൂറ്റിയ മഹാദൈവത്തെ ആരാധിക്കാൻ കരുത്തുള്ള ദൈവമക്കൾ അധരം തുറന്ന് അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കാമെങ്കിൽ ആത്മിക ജീവിതത്തിൻ്റെ പഴക്കമാർക്കും ആരാധിക്കാതിരിക്കാൻ ലൈസൻസ് കൊടുക്കുന്നില്ല.
എത്ര നാൾ ആത്മീക ജീവിതത്തിൽ പഴകിയാലും ആരാധന അനിവാര്യമാണ്. പ്രായമുള്ളത് കൊണ്ട് ശ്വാസം വലിക്കേണ്ട എന്നില്ല. ചെറുപ്പത്തിൽ വലിച്ച ശ്വാസം കൊണ്ട് ഇന്ന് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ ഇന്നലകളിലെ ആരാധന ഇന്നത്തെ നിലനിൽപ്പല്ല. ഇന്ന് നിലനിൽക്കണമെങ്കിൽ ഇന്ന് ആ ശബ്ദമുയർന്ന് നാം ഒന്ന് ഉയർത്തി ശക്തിയോടൊന്ന് ആരാധിച്ചു തുടങ്ങിയാട്ടെ. ഇത് പോരാ, ഇത്രയും പേര് കരമടിച്ചാൽ നല്ല ശബ്ദം. ശബ്ദമുയർത്തി കരങ്ങൾ അടിച്ച് അന്യഭാഷയിൽ കർത്താവിനെ അർഹിക്കാത്ത നന്മകളും എനിക്ക് ദയാനിധിയെ അർഹിക്കാത്ത നന്മകളും എനിക്ക് ദയാനിധിയെ യാചിക്കാത്ത നന്മകൾ പോലും നീ എനിക്ക് സ്തുതി. കരങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ട് യാചിക്കാത്ത നന്മകൾ പോലും നീ എനിക്ക് സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടി എൻ്റെ യേശുനാഥ, എനിക്കാ നീ ചെയ്തോരോ ശബ്ദമുയർത്തി പാടുകയും എനിക്കാ നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നോ അർഹിക്കാൻ നന്മകളും എനിക്കേകിടും ദയാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത എനിക്കേകിയോനു സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനു സ്തുതി. സ്വർഗീയ പിതാവേ, നല്ല രാത്രിക്കായി സ്തോത്രം. മനുഷ്യന്റെ അതരചർവണമല്ല, ദൈവത്തിന്റെ ദൂതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. വിലപ്പെട്ട കർത്തൃദാസന്മാർക്കായിട്ട് സ്തോത്രം. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ. ഈ യോഗം ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സ്പർജൻ ജോഷുവ, അതുപോലെ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ VK കുഞ്ഞുമൻ പാസ്റ്റർ, അദ്ദേഹത്തിന് വിശേഷാൽ നന്ദി പറയുന്നു. കർത്താവിൻ്റെ ദാസൻ ജിജു, കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. എന്നെ ധാരാളം പ്രാവശ്യം ഫോണിൽ വിളിച്ചിരുന്നു. കർത്താവ് സഹായിക്കട്ടെ, ഈ സഭയെ കർത്താവ് വളർത്തട്ടെ. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ സണ്ണി പാസ്റ്ററെ ഓർക്കുന്നു. കണ്ടതിൽ സന്തോഷം. കർത്താവിൻ്റെ ദാസൻ KV വർക്കി, എല്ലാ കർത്താവിൻ്റെ ദാസന്മാർക്കും വിശേഷാൽ സ്നേഹം. എല്ലാവരെയും ആരാധന നയിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ പലരും എനിക്ക് ശ്രേഷ്ഠരും മാന്യരുമാണ്. അവരെല്ലാവരും ഓർക്കുന്നു. പ്രിയ കർത്താവിൻ്റെ ദാസൻ രാജേഷിനെ ഓർക്കുന്നു. ഞാൻ ഈ ദിവസങ്ങളിൽ പാട്ടുകളൊക്കെ കേൾക്കുന്നുണ്ട്. ഹല്ലേലൂയ, കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് രാത്രി ഒത്തിരി പ്രാർത്ഥനയോടെ ഞാൻ ഇന്ന് വാഹനം ഓടിച്ച് ഇങ്ങോട്ട് പോരുമ്പോൾ നല്ല സൗണ്ട് സിസ്റ്റമാണ് കേട്ടോ. വോളിയം കുറച്ച് ഞാൻ തിരിച്ചും പറയും. ഇപ്പോൾ കറക്റ്റാണ്.
ഈ ഇങ്ങനെ ഉള്ള സൗണ്ട് സിസ്റ്റങ്ങളൊക്കെ കേരളത്തിൽ മൊത്തം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ചിലയിടത്തൊക്കെ ചെന്ന് മൈക്കിൽ കൂടെ നമ്മൾ ഹലോ എന്ന് വെച്ചാൽ അവിടെ അളിയോ എന്നാണ് കേൾക്കുന്നത്. വല്ലാത്ത ദുഃഖം ഉണ്ടാക്കാറുണ്ട് പലപ്പോഴും. എങ്കിലും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അത് വർക്ക് ചെയ്യുന്നവരെ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഓർക്കുകയായിരുന്നു, എനിക്കൊന്ന് എന്തോരം പ്രസംഗങ്ങളാണ് ഓരോ ദിവസം കേൾക്കുന്നത്. ഫോൺ എടുത്ത് അങ്ങോട്ട് തുറക്കാൻ മേല ഒരു 10,500 പ്രസംഗങ്ങൾ ഇങ്ങനെ ഈ ഞങ്ങളുടെ നാട്ടിൽ ഇരുമ്പമ്പുളി ഇങ്ങനെ പിടിച്ചു കിടക്കുന്ന പോലെ പ്രസംഗങ്ങൾ ഇങ്ങനെ കിടക്കുക. അവസാനം ഈ പണ്ട് ഒരു പ്രസംഗം കേട്ടേച്ച് നമുക്കുള്ള ദൂത് എടുക്കുകയായിരുന്നു. ഇന്ന് 1000 പ്രസംഗം വെച്ചേച്ച് നമുക്കുള്ള പ്രസംഗം നമ്മൾ എടുക്കുക. കാലം മാറിയ മാറ്റം കണ്ടോ? മക്കളെക്കുറിച്ച് ഭാരപ്പെടുന്നവർ മക്കളെക്കുറിച്ചുള്ള ദൂത് സെലക്ട് ചെയ്ത് കേൾക്കുക. മറ്റത് അങ്ങനെയല്ലായിരുന്നു. ആവശ്യമുള്ളവൻ യോഗത്തിന് വന്നിരുന്നാൽ മതിയായിരുന്നു. പരിശുദ്ധാത്മാവ് ഇടയ്ക്ക് അവരോടുള്ള ദൂത് പറയുമായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് എന്ത് പ്രസംഗിക്കണമെന്നുള്ളൊരു വെപ്രാളവും. ആ പാസ്റ്റർ പുതിയൊരു ആലോചന പറഞ്ഞു. മിടുക്കനാണ് പുള്ളി. ഇവിടെ വന്ന് നിങ്ങളുടെ മുമ്പിൽ മിടുക്ക് കാണിച്ചിട്ട് എനിക്കെന്ത് നേട്ടം ഉണ്ടാകാനാണ്? ഞാൻ ഒരു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് കർത്താവിൻ്റെ പുറകെ ഇറങ്ങിത്തിരിച്ച ഒരു അപ്പൻ്റെ മോനാണ്. കഴിഞ്ഞ 39 വർഷത്തിലേറെയായിട്ട് ഞങ്ങൾ ഈ കർത്താവിനെ ആരാധിക്കുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഉപദേശിമാർ ഞങ്ങൾ 5 പേരുണ്ട്. എന്തോരം നാളുകൾ ഞാൻ സഭാചാർജിലായിട്ട് ഒരു 28 വർഷത്തിലേറെയായി. പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് കൃപയാൽ കുറേ നാളുകളായി. എന്തോരം ദൂതുകൾ. പക്ഷേ ഇന്ന് രാത്രിയിലും ഈ യോഗം വെറുതെ സംഭവിച്ചതല്ലെന്ന് ഞാൻ 100% വിശ്വസിക്കുകയാണ്. എവിടെയൊക്കെയോ തകർത്ത് കളയാൻ പിശാച് അഴിമുഖങ്ങളിൽ കൊണ്ടിട്ട ചിലതിനെ തൊടാൻ ഒരുപക്ഷെ എൻ്റെ പ്രസംഗത്തിന് മുഴുവൻ അതിനൊന്നും കഴിവില്ലായിരിക്കാം. പക്ഷേ ഈ പ്രസംഗം ആശീർവാദം പറയുന്നതിന് മുമ്പ് ഏതോ ഒരു മിന്നൽ ഒരുപക്ഷെ നിങ്ങളുടെ നേരെ വന്നിരിക്കും. ഏതോ ഒരു ദൈവത്തിൻ്റെ ദൂത്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ വളരെ ആരാധനയോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കണം. ഞാൻ എപ്പോഴും പറയും, കാലപ്പഴക്കം ആർക്കും ആരാധിക്കാതിരിക്കാൻ ലൈസൻസ് കൊടുക്കുന്നില്ല. ആമേൻ. എത്ര അറിയുന്നോ അത്രയും കൂടുതൽ ആരാധിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഇതിനകത്തൊരു 6-7 പേരൊക്കെ കണ്ണടച്ചിരിക്കുന്നുണ്ട്. അവരെ ഒരുപക്ഷെ കൺവെൻഷൻ്റെ കമ്മിറ്റി പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചതായിരിക്കും എന്നാണ് എൻ്റെ ചിന്ത. അതോ ഇനി അവരുറങ്ങുവാണോ എന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളെ അങ്ങനെ ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ കണ്ണു തുറന്നിരുന്നോളൂ. നമുക്ക് ചില മിനിറ്റ് കർത്താവിൻ്റെ വചനം ഒന്ന് ധ്യാനിക്കാം. സന്തോഷത്തോടെ ആ കരമുയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഗോലിയാത്തിനെ എറിഞ്ഞു മലത്തിയ ദാവീദിൻ്റെ കയ്യിലിരിക്കുന്ന കല്ലിൻ്റെ തൂക്കം ഇന്ന് രാത്രിയിലെ എൻ്റെ പ്രമേയമല്ല. ഗോലിയാത്തിൻ്റെ നെറ്റിയിലെ മുറിവിൻ്റെ ആഴവും എൻ്റെ വിഷയമല്ല. ദാനിയേൽ കിടന്ന സിംഹത്തിൻ്റെ കുഴിയുടെ ആഴം എൻ്റെ വിഷയമല്ല. ശിംശോൻ്റെ കയ്യിലിരുന്ന കഴുതയുടെ താടിയലിൻ്റെ തൂക്കവും കനവും വലുപ്പവും എൻ്റെ വിഷയമല്ല. അവ 7 കുതിരയ്ക്ക് മുൻപിൽ ഓടിയ ഏലിയാവിൻ്റെ വേഗത എൻ്റെ പ്രശ്നമല്ല. പക്ഷേ ഇന്ന് രാത്രി ഞാനൊരുവനെ ഉയർത്തും. അവൻ കുതിരയുടെ മുമ്പിൽ ഓടിയിട്ടുമില്ല, സിംഹത്തിൻ്റെ കുഴിയിൽ കിടന്നിട്ടുമില്ല, കല്ലെടുത്തൊരു ഗോലിയാത്തിനെ എറിഞ്ഞിട്ടുമില്ല, കഴുതയുടെ താടിയിലെടുത്ത് ആരുടെ ഉച്ചിക്ക് അടിച്ചിട്ടുമില്ല. പക്ഷേ പാപത്തെയും പാതാളത്തെയും വിറപ്പിക്കാൻ ആകാശത്തിൻ്റെ കീഴിൽ അനുവദിക്കപ്പെട്ട ഒരൊറ്റ നാമമുണ്ടെങ്കിൽ ആ നാമം യേശുവിൻ്റെ നാമമാണ്. ഏത് ഭരണം മാറി വന്നാലും, ചാട്ടവാറുകൾ അന്തരീക്ഷത്തിൽ മൂളിപ്പറന്നാലും, രക്തം കുടിക്കാൻ കൊതിയൂറി നിൽക്കുന്ന വാളുകൾ അഭിഷിക്തന്മാരുടെ കഴുത്ത് വെട്ടിയെറിഞ്ഞാലും, ചോരയുടെ പുഴ ഒഴുകി വന്നാലും, കാലം എത്ര മാറിയാലും, ഇന്ന് രാത്രിയിൽ ഞാൻ ഒരിക്കൽ കൂടെ ആ ദിവ്യമായ വചനം ആമേൻ ഇവിടെ ഉയർത്തി പറയുക, മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ അഖരങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ച് ആകാശത്തിന്റെ കീഴെ ഈ ഭൂമിക്ക് മുകളിൽ യേശു എന്ന നാമമല്ലാതെ വേറൊരു നാമമില്ല. 1000 നാമങ്ങൾക്കിടയിലെ ഒരു നാമമല്ല യേശു. അത് ഏകനാമമാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട് ദൈവമക്കൾ. യേശുവാര് എന്തിന് ജനിച്ചു, എങ്ങനെ ജനിച്ചു, എങ്ങനെ വളർന്നു, എവിടെ വളർന്നു, എവിടെ നടന്നു, എവിടെ ശുശ്രൂഷിച്ചു, എത്ര നാൾ എന്ത് ചെയ്തു, ആമേൻ, മരിച്ചോ, അടക്കപ്പെട്ടോ, ഉയർത്തെഴുന്നേറ്റോ, ഇപ്പോഴെവിടെ, ഇനി വരുമോ, ഇതുപോലെയുള്ള ഒരു കെട്ട് ചോദ്യങ്ങളുടെ മറുപടിയാണ് സുവിശേഷ യോഗം. ഒരുപക്ഷെ ഇതൊക്കെ അറിയുന്നവർക്ക് ഈ യോഗം ഒരു നേരം പോക്കാണെങ്കിൽ അത് എൻ്റെ കുഴപ്പമല്ല. ഇത് സുവിശേഷ യോഗമാണ്. ഇവിടുത്തെ പ്രസംഗ വിഷയം യേശുവാണ്.
ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചത് 95-ലാണ്. PM ഫിലിപ്പ് എന്ന് പറയുന്ന ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന അതികായനായ ഒരു ദൈവമനുഷ്യന്റെ, വിശുദ്ധനായ ഒരു ദൈവമനുഷ്യന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, ഒരു സുവിശേഷ യോഗത്തിൽ യേശുവിന്റെ ക്രൂശിൽ ആണിയടിക്കുന്ന ശബ്ദം കേൾക്കുന്നില്ലെങ്കിൽ, ഞാൻ ആ വാക്കൊന്നുകൂടെ ആവർത്തിക്കുകയാണ്, ഒരു സുവിശേഷ യോഗത്തിൽ യേശുവിന്റെ ക്രൂശിൽ ആണിയടിക്കുന്ന ശബ്ദം കേൾക്കുന്നില്ലെങ്കിൽ അത് സുവിശേഷ യോഗമല്ല, അത് ശബ്ദമലിനീകരണ യോഗമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഒരുമിച്ച് നമുക്ക് പറയാം, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു. ആ കരങ്ങളെ ചലിപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. മറിയയുടെ ഉദരം കടമെടുത്ത് ഉലകത്തിൽ ജനനം, കച്ചിമിച്ചം കിടക്കുന്ന കാലിത്തൊഴുത്തിൽ കൈകാലിട്ടടിച്ചു കളിക്കുന്ന ബാല്യം, ദാരിദ്ര്യത്തിന്റെ പൊടി പറക്കുന്ന നസറയത്തിൽ ഓടിക്കളിക്കുന്നവൻ, വയസ്സ് 12, ഒരു ഗ്രാമം ഇടിഞ്ഞിളകി 4 കുന്നിന്റെ മുകളിൽ ആകാശത്തെ ചുംബിച്ചു നിൽക്കുന്ന യഹൂദന്റെ സ്വയാഹങ്കാരമായ യെരൂശലേം ദേവാലയത്തിൽ ആരാധനയ്ക്ക് പോകുമ്പോൾ വളർത്തപ്പനാകുന്ന യോസഫിന്റെയോ അമ്മയാകുന്ന മറിയുടെയോ വിരലിൽ തൂങ്ങി ആലയത്തിലേക്ക് പോയി യേശുവിന്റെ ബാല്യം. ആലയത്തിന്റെ അകത്ത് നിന്ന് ന്യായപ്രമാണത്തിന്റെ 39 പുസ്തകങ്ങൾ അരച്ചു കലക്കി ചാറ് കയറ്റിയ പൗരോഹിത്യ വൃന്ദങ്ങളോട് ആമെ 12ാമത്തെ വയസ്സുകാരൻ ന്യായപ്രമാണം പറഞ്ഞു കൊടുത്തപ്പോൾ 7 കൂട്ടം വസ്ത്രം ധരിച്ച പൗരോഹിത്യം ആമെ അവിടെ നിന്ന് ഞെട്ടി വിറയ്ക്കുകയാണ്. കാരണം ഇവനെ ആരും പഠിപ്പിച്ചതല്ല, ഇവന്റെ അകത്ത് ന്യായപ്രമാണം ഉണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് എനിക്ക് മനസ്സിലായി, എങ്കിലും അത് കാസറ്റിനകത്ത് കിടക്കട്ടെ. ഹല്ലേലൂയ. അടുത്ത 18 വർഷങ്ങൾ യേശുവിനെ ആരും കാണുന്നില്ല. മുഖം ഒപ്പിയെടുക്കുന്ന ക്യാമറ കണ്ണുകൾക്കോ മഷി തുപ്പുന്ന പേനയ്ക്കോ പിടികൊടുക്കാതെയുള്ള 18 വർഷങ്ങൾ. ചരിത്രബോധമില്ലാത്ത കോമാളികൾ പറയുന്നു യേശു ഗുജറാത്തിൽ വന്ന് യോഗ പരിശീലിച്ചെന്ന്. മണ്ടത്തരം പറയുന്ന മണ്ടൻ. അർഹിക്കുന്ന അവജ്ഞ കൊടുത്ത വാദത്തെ ഞങ്ങൾ തള്ളിക്കളയുകയാണ്. യേശു യെരൂശലേമിൽ ഉണ്ടായിരുന്നു, എങ്ങും പോയിട്ടില്ല. വാക്യങ്ങൾ 2 തെളിവ്. 1, അവൻ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് ജീവിച്ചെന്നും. 2, ഇവനും തച്ചന്റെ കൊച്ചനല്ലയോ എന്ന വാക്യ കട്ടലയോ കസേരയോ കഥകോ ബെഞ്ചോ ഡെസ്കോ എന്തോ വാങ്ങിക്കാൻ ആരോ യോസഫിന്റെ തടിപ്പണിപ്പുര ചെന്നപ്പോ മുടിക്കടയിൽ പൊടി കയറ്റിക്കൊണ്ടൊരു ചെറുപ്പക്കാരൻ അവൻ നിന്ന് ചിന്തേരി പിടിക്കുന്നത് കണ്ടതുകൊണ്ടാ പറഞ്ഞത് ഇവനും തച്ചന്റെ കൊച്ചനല്ലയോ. പണ്ടേതോ ദൈവദാസൻ പറഞ്ഞൊരു ദൂത് കടമെടുത്ത് പറയാ, സത്യം അവനൊരു തച്ചനാണ്. പിരിഞ്ഞ തടിയെ പണിയാൻ കഴിവുള്ള ഒരൊറ്റ തച്ചനെ ലോകത്തിലുള്ളൂ. ആമേ, അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. ഇന്ന് രാത്രി ഞാൻ ഈ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്താൽ എത്ര പേര് സാക്ഷ്യം പറയൂ, ഒന്നിനും കൊള്ളരുതാത്ത എന്നെ ആമേ ഇത്രത്തോളം കൊണ്ടുവന്നത് ആ നല്ല തച്ചന്റെ കൈപ്പണിയാണ്. ആ കരമം അടിച്ച് മൂന്നാം ദിവസത്തെ കയ്യടി ഇതാണെങ്കിൽ 1-ാം ദിവസത്തെ എന്തായിരിക്കും അല്ലേ? ഫെയ്ത്ത് ജീവനോടെ ഉണ്ടല്ലോ അല്ലേ? ഹല്ലേലൂയ. 18 വർഷങ്ങൾ യേശു രംഗപ്രവേശനം ചെയ്യുന്നില്ല. എന്റെ പൊന്നു കർത്താവിന്റെ ദാസന്മാരെ, ഞാൻ ചോദിക്കുന്നത് തെറ്റാണ്, മനഃപൂർവ്വമായിട്ടങ്ങ് പുറത്തേക്കണം. 12ാമത്തെ വയസ്സിൽ യേശുവിന്റെ ജ്ഞാനം പ്രൂവ് ചെയ്തതല്ലേ? അടുത്ത 18 വർഷങ്ങൾ പെരയ്ക്കാതിരിക്കാതെ 1 മാസം 5 യോഗം വെച്ച് പ്രസംഗിച്ചിരുന്നെങ്കിൽ യേശുവിന് 8 നില കെട്ടിടം 10 ഉണ്ടാക്കായിരുന്നു. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ശുശ്രൂഷ അറിവല്ല, അത് നിയോഗമാണ്. അത് ദൈവത്താൽ അനുവദിക്കപ്പെടുന്ന സമയമാണ്. അറിവ് കൊണ്ട് ഒരുത്തരം ശുശ്രൂഷയ്ക്ക് ഇറങ്ങരുത്. അതുകൊണ്ട് ശുശ്രൂഷിക്കുന്നവൻ അറിവ് വേണ്ടെന്നല്ല, ശുശ്രൂഷയുടെ അടിസ്ഥാനം അറിവല്ല. അങ്ങനെയായിരുന്നെങ്കിൽ ശിഷ്യന്മാരാക്കി എഞ്ചിനീയേഴ്സിനെയും ഡോക്ടേഴ്സിനെയും സയന്റിസ്റ്റിനെയും യേശു തിരഞ്ഞെടുത്തേന്. ഇത് അറിവല്ല, ഇതൊരു നിയോഗമാണ്. വയസ്സ് 30. യേശു നിങ്ങൾ എന്നോട് കൂടെ വരണേ, നാളെ യോഗം എന്നാളുണ്ട് ഉള്ള സ്വോത്രം ഇന്ന് പറഞ്ഞേച്ചു. ഇനി 2ാമത്തെ ഞാൻ ഞങ്ങളുടെ സഭയിൽ പറഞ്ഞ കാര്യം പുറത്ത് പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, ആരോടും പറയണ്ട, ആരും കേൾക്കുന്നില്ലല്ലോ. കൈയടിക്കേണ്ട സമയത്ത് കൈയടിച്ചില്ലെങ്കിൽ വരുന്നൊരു കുഴപ്പം, പിന്നെ കൈയും കാലും കൂടെ ഒരുമിച്ചിട്ട് അടിക്കേണ്ടി വരും. 2, പ്രാർത്ഥിക്കേണ്ട സമയത്ത് ഉറങ്ങിയാൽ പിന്നെ ഉറങ്ങേണ്ട സമയം മാറ്റിവെച്ച് പ്രാർത്ഥിക്കേണ്ടി വരും.
ഇതിനേക്കാൾ നല്ലത്. നാളെ രാവിലെ ഈ കൈ പൊങ്ങുമെന്നുള്ള കാര്യത്തിൽ ഒരുറപ്പുമില്ല. അതുകൊണ്ട് ഇത് വെറുതെ കെട്ടിത്തൂക്കി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാതെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു ഹല്ലേലൂയായോ ഒരു സ്തോത്രവും. ആമേ, ദാവീദിൻ്റെ അത്രയും പദവി ഉണ്ടായിരുന്നവരാരും ഇല്ലല്ലോ ഈ കൂട്ടത്തിൽ. ഇടയൻ്റെ കോൽ എടുത്തു മാറ്റി രാജാവിൻ്റെ ദണ്ണവൻ്റെ കയ്യിൽ കൊടുത്തൊരു ദൈവമുണ്ട് സ്വർഗത്തിൽ. ആമേ, ദൈവം ചെയ്ത മാന്യതകളെ ഓർക്കുമ്പോൾ അറിയാതെ നാം അവനെ ആരാധിക്കും. ആ കരങ്ങളെ ഉയർത്തി ഒന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഓ എന്നെ ആനന്ദ തൈലത്താൽ അഭിഷേകം ചെയ്തിടും ആവിയാണവരെ. കേട്ടിട്ടുണ്ടോ പാട്ട്? അൻപിനാവിയാണവരെ. ഓ എന്നെ ആനന്ദ തൈലത്താൽ അഭിഷേകം ചെയ്തിടും ആവിയാണവരെ. അൻപിന്നാവി ആണവരെ. ആവിയാണവരെ. അൻപിന്നാവി ആണവരെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കൊട്ടാൻ ആഗ്രഹമുണ്ടല്ലേ? പക്ഷെ എനിക്കൊരു താളത്തിന് പാടാനുള്ള ശ്വാസം ഇല്ലതാ. ഹല്ലേലൂയ. പോട്ടെ, എനിക്ക് ദൂതൊന്ന് മുമ്പോട്ട് കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. യേശു നടന്നത് കിലോമീറ്ററുകളാണ്. നടന്നു ചെല്ലുന്നത് യഹൂദന്റെ സ്വയാഹങ്കാരമായൊരു തോടുണ്ട്. 44 കൈത്തോടുകളുടെ അകമ്പടിയുള്ള കാട്ടാറ് പോലെ കലിതുള്ളി ആന കാടളക്കി വരുന്നത് പോലെ വരുന്നൊരു നദിയുണ്ട് പലസ്തീൻ നാട്ടിൽ. പേര് യോർദാൻ. മരണ യോർദാൻ എന്ന് ഓമന പേര് വിളിക്കുന്ന യോർദാന്റെ തീരത്തേക്ക് യേശു നടന്നു ചെല്ലുമ്പോൾ കഠിനവാക്ക് ഉള്ള, കട്ടിപ്പുരികമുള്ള, ക്രാരവ ശബ്ദമുള്ള, കടുത്ത ഭാഷയുള്ള ഒരു അസാധാരണനായ മനുഷ്യൻ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? യോർദാന്റെ തീരത്തുനിന്ന് പ്രസംഗിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രസംഗം 4 കൂട്ടം കാര്യമാ. 1, സർപ്പസന്തതിയെ, വരുവാനുള്ള കോപത്തിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു പോകുക. പ്രസംഗം 2, എന്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാരഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. 3, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. 4, ഞാൻ നിങ്ങളെ വെള്ളത്തിലിറക്കൂ, അവൻ നിങ്ങളെ തീയിൽ സ്നാനം കഴിപ്പിക്കാൻ പോകുകയാണ്. നടന്നു വരുന്നത് 7 മഹാസമുദ്രത്തിന്റെ ഉടമസ്ഥനാണ്. ഇളകിത്തെറിക്കുന്ന കടൽ തിരക്ക് പൊടിമണ്ണ് കൊണ്ട് അതിർത്തി വെച്ച മഹാദൈവം നടന്നു വരുന്നത് കണ്ട് അറച്ചസ്ഥിരനായി പിറകോട്ട് കാലുവെച്ച യോഹന്നാനോട്, അരുത് യോഹന്നാനെ, ഇത് ദൈവനീതിയാണെന്ന് പറഞ്ഞ് യോഹന്നാന്റെ കൈക്കീഴിൽ യേശു സ്നാനപ്പെടുകയാണ്. എൻ്റെ പ്രസംഗ വിഷയം യേശു ആയതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്, കേട്ടോ. ഹല്ലേലൂയ. യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ട് നനഞ്ഞ മുടിയോടെ, നനഞ്ഞ തുണിയോടെ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ ആകാശത്തിന്റെ ദിഗന്ധങ്ങളെ ഭേദിച്ചുകൊണ്ട് പിതൃശബ്ദം, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന പിതൃശബ്ദം കേട്ട് അനന്തരം 40 ദിവസം ഭൗതിക ഭക്ഷണം മാറ്റിവെച്ച് ഉപവാസത്തിൽ യേശു സമയങ്ങളെ വേർതിരിക്കുന്നു. ഇനി മുതൽ ഞാൻ ഈ ദൂതിന്റെ ഗിയർ ഒന്ന് പതുക്കെ മാറ്റുകയാണ്. നിങ്ങൾ എന്നോട് കൂടി ഒന്ന് വന്നേ പറ്റത്തുള്ളൂ. ഉപവാസം കഴിഞ്ഞ് യേശുവിന് വിശന്നു. സാത്താൻ യേശുവിന്റെ അടുക്കൽ ചെന്നു. യേശുവിനോട് ചോദിച്ചൊരു ചോദ്യം, നിനക്ക് വിശക്കുന്നില്ലേ? നിങ്ങൾ കേട്ടില്ല? നിനക്ക് വിശക്കുന്നില്ലേ? കല്ലിനോട് അപ്പമാകാൻ പറ. എത്ര ഔദാര്യമുള്ള, എത്ര സ്നേഹമുള്ള വാക്ക്! ഒരു പക്ഷേ ഭാര്യയോട് ഭർത്താവ് ഈ വാക്ക് ചോദിച്ചിരുന്നെങ്കിൽ ആ കുടുംബകലഹം ഉണ്ടാകുകയില്ലായിരുന്നു. ഒരുപക്ഷെ ഭർത്താവിനോട് ഭാര്യ ഈ ചോദ്യം ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ ആ വീട് സ്നേഹത്തോടെ, അച്ഛന് വിശക്കുന്നുണ്ടോ എന്നൊന്ന് ചുമ്മാ ചോദിച്ചാൽ തീരാനുള്ള പ്രശ്നമേ ഉള്ളൂ അവിടെ. സാത്താൻ എത്ര ലവബിളായിട്ടാണ് യേശുവിൻ്റെ അടുക്കൽ വന്നത്. കല്ലിനോട് അപ്പമാകാൻ പറ. ആമേൻ. നീ വിശക്കുന്നില്ലേ? നിങ്ങൾ കേൾക്കുന്നില്ലല്ലോ. അപ്പ കല്ലിനോട് അപ്പമാകാൻ പറ. നിനക്ക് വിശക്കുന്നില്ലേ? യേശു സാത്താൻ്റെ നേരെ നിന്നേച്ച് ഒരൊറ്റ നോട്ടമാണ്. എൻ്റെ ഭാഷ പറഞ്ഞാൽ ഒരു 1.5 നോട്ടം. അതിൻ്റെ കാര്യം എന്താണെന്നറിയോ? സാത്താനെ, നിന്റെ
എൻ്റെ ഒത്താശ കൊണ്ട് ഞാൻ ഭൂമിയിൽ വന്നതല്ല, എൻ്റെ അപ്പൻ അയച്ചിട്ട് ഞാൻ ഇവിടെ വന്നതാ. ഞാൻ ഇവിടെ 33.5 വയസ്സ് ജീവിക്കണമെന്നുള്ളത് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടമായതുകൊണ്ട് നിന്റെ കല്ല് അപ്പമാക്കിയിട്ട് ജീവിക്കേണ്ട ഗതികേടിലല്ല ഞാനിപ്പോൾ നിൽക്കുന്നത്. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ആമേ, പൈശാചിക തുരുമ്പുകൾ കൊണ്ടല്ല ഒരാത്മീകൻ നിലനിൽക്കേണ്ടത്. ആമേ, മണ്ണിലെ നന്മ നിന്നുപോയാൽ മന്നാ കൊഴിക്കാൻ കരുത്തനായ ഒരു ദൈവം, കടലിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന ഒരു ലിവ്യാതാനെ പറവയാക്കാൻ ശേഷിയുള്ള ദൈവം. പെട്ടെന്ന് പറഞ്ഞു പോകാം, കല്ലിനോട് അപ്പമാകാൻ പറ. യേശു പറഞ്ഞു, വേണ്ട, നിങ്ങൾ എന്നോട് കൂടെ വരണേ. സാത്താനേ, ഇത് ആഹാരം കഴിച്ച് വയറ് നിറയ്ക്കുന്ന തലമുറയല്ല, മറിച്ച് ഇത് വചനം കേട്ട് സ്വർഗത്തിൽ പോകുന്ന തലമുറയാണ്. ആ കരമൊന്ന് ഉയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങൾ ആമേൻ പറഞ്ഞാലും ഇല്ലെങ്കിലും പുതിയ നിയമസഭയുടെ ലക്ഷ്യം ഉദരപൂരണമല്ല, പുതിയ നിയമസഭയുടെ ലക്ഷ്യം നിത്യതയാ. ഹല്ലേലൂയ. ഭൂമിയിലുള്ള പാർപ്പ് പൊടുപൊട പൊട്ടി കീറി ബത്തനെ പോലെ ചാഞ്ചാടി കാവൽമാടം പോലെ ആടി ഇത് തകർന്ന് നശിക്കുമെന്നേ. ഒരു ദിവസം പക്ഷികൾ പർവ്വതങ്ങളിലേക്ക് ചേക്കേറാൻ പോകും. ആകാശത്തിൽ കത്തുന്ന സൂര്യൻ കരിമ്പടം പോലെ കറുക്കുമെന്ന്, ചന്ദ്രൻ നമ്മളെ വിട്ട് ഓടിപ്പോകുമെന്ന്, മേഘമഴകൾ വടിവാളിന് വെട്ടുന്നതിനേക്കാൾ തീവ്രമായി കടുത്ത മിന്നലുകൾ മണ്ണിനെ ആക്രമിക്കുന്ന നാളിനി വിദൂരമല്ലെന്ന്, 2050 വെള്ളം നക്കിയെടുക്കാനില്ലാത്ത ഒരു ഗതികെട്ട ഗ്രഹമായി ഈ ഭൂമി മാറുമെന്ന്. ഇതൊക്കെ കേൾക്കുമ്പോൾ പ്രത്യാശയുള്ളവൻ കൈയടിക്കും. കാരണം എന്താണെന്നറിയാമോ? അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞങ്ങളുടെ പൗരത്വം ഇവിടെയല്ല. പ്രത്യാശയുള്ളവന് മാത്രമാ കരമടിച്ച് ഞങ്ങളുടെ പൗരത്വമോ, ഞങ്ങളുടെ പൗരത്വമോ സ്വർഗത്തിലാണ്. ഞാൻ സാധാരണ എല്ലായിടത്തും പറയുന്ന ഒരു വാക്കൂടെ പറഞ്ഞിട്ട് മുൻപോട്ട് പോകാം. എബ്രായർ, നിങ്ങൾ എല്ലാവരും എന്നെ നോക്കണേ പ്ലീസ്. എബ്രായർ 11-ാം അധ്യായം. അബ്രഹാം കൂടാരത്തിൽ പാർത്തു, ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഒരു നഗരത്തിന് വേണ്ടി തങ്ങളിവിടെ അന്യരും പരദേശികളും എന്നോർത്ത് ആമേ ദൈവത്തെ കാത്തിരുന്നെന്ന്. അബ്രഹാം കൂടാരത്തിൽ പാർത്തത്. നിങ്ങൾ കേട്ടവർ മാത്രം ഒരു ആമയും പറഞ്ഞ്. ഞാൻ ഈ വാക്യം എവിടെയോ പ്രസംഗിച്ചപ്പോൾ ഒരു മനുഷ്യൻ വന്ന് ചെന്നോട് പറഞ്ഞു, സുഭാഷേ, അത് അബ്രഹാം കൂടാരത്തിൽ പാർത്തത് അന്തക്കാലത്ത് വീടില്ലായിരുന്നെന്ന്. അന്തക്കാലത്ത് വീടില്ലാത്തത് കൊണ്ട് കൂടാരത്തിൽ പാർത്തത്. ഞാൻ പറഞ്ഞു, അത് എൻ്റെ കുഴപ്പമല്ല അങ്കിൾ, ബൈബിൾ വായിക്കാത്ത എൻ്റെ കുഴപ്പമാണ്. കാര്യം യാക്കോബ് സുക്കോത്തിൽ വീട് പണിതെന്ന് പുസ്തകത്തിൽ വാക്യമുണ്ടല്ലോ, അതിൻ്റെ തൊട്ടടുത്ത അദ്ദേഹത്തിൽ കിടപ്പുണ്ട്. കണ്ടോ, എന്നെ കണ്ടുപിടിച്ച് നോക്കുന്നത് കണ്ടോ? ഹല്ലേലൂയ. അബ്രഹാമിന്റെ കൊച്ചുമോൻ യാക്കോബ് സുക്കോത്തിൽ വീട്. അപ്പൊ അന്നേ വീടുണ്ട്. ഇതിന്റെ അർത്ഥം സുഭാഷ് കുമരകം വീടിനെതിരല്ല. എൻ്റെ പൊന്നച്ചോ, വണ്ടി തല്ലി പൊളിക്കല്ലേ, ഞാൻ വീടിനെതിരല്ല. നിങ്ങൾ 2-3 വീട് മേടിച്ചോ, എനിക്ക് പരാതി ഇല്ലപ്പാ. പക്ഷേ അബ്രഹാം വീട് പണിതില്ല, കൂടാരങ്ങളിൽ പാർത്തു. ആമേ, ദൈവശില്പിയായി നിർമ്മിച്ച്. അപ്പൊ ഞാൻ ഓർത്ത്, അബ്രഹാമേ, സെമി വെട്ടിഫൈഡും കടപ്പാക്കല്ലും ഗ്രാനൈറ്റും അടിച്ചുരുട്ടി തിണ്ണേന്ന് തന്നെയാൽ അടുക്കളയിൽ പോയി വീണ് നട്ടലിന്റെ ബോള് പൊട്ടിക്കുന്ന ഒരു വീട് നിനക്കും പണിയാൻ മേലായിരുന്നോ? അബ്രഹാം പറയും, പണിയാമായിരുന്നു, എനിക്കിഷ്ടം പോലെ കാശുണ്ടായിരുന്നു. അബ്രഹാമിന്റെ വീടിനെ കുറിച്ച് ഞാൻ നടത്തിയ ഒരു ഓട്ടപ്പെടുത്തത്തിൽ മനസ്സിലായി, അബ്രഹാമിന്റെ വീട്ടിൽ ഒരു നേരം 10,000-2000 പേര് ഭക്ഷണം കഴിക്കുന്ന വീട് അബ്രഹാമിന്റെ വീട്. നിങ്ങളുടെ മോളുടെ കല്യാണം ഓർക്കുന്നുണ്ടോ? നിങ്ങളുടെ മോന്റെ കല്യാണം ഓർക്കുന്നുണ്ടോ? ആകെ കല്യാണത്തിന് വിളിച്ചത് 850 പേര്, വന്നത് 730 പേര്, കൊടുത്തത് ഒരു ബിരിയാണി, കടം മാറിയത് 3 വർഷം കഴിഞ്ഞിട്ട്. കേട്ടില്ല? ഇത് 1.25 ഉപ്പ് തറയാണല്ലോ അപ്പ. ആകെ കല്യാണത്തിന് വിളിച്ചത് 850 പേര്, വന്നത് 730 പേര്, കൊടുത്തത് ഒരു ബിരിയാണി. ആ ബിരിയാണിയുടെ ഒക്കെ അകത്ത് കോഴിയുടെ കാലിരിക്കുന്ന കാണുമ്പോഴറിയാം ദാരിദ്ര്യം പിടിച്ച കോഴിയാത്, വല്ലാത്ത ഞെരുക്കത്തിലായിരിക്കുന്നത്. കുപ്പിയുടെ അടപ്പ് പോലത്തെ ഒരു പാത്രത്തിനകത്ത് ഐസ്ക്രീം, ഗുജറാത്തിലെ ഭൂകമ്പത്തിൽ കിടന്നൊരു പപ്പടം തകർന്നിരിക്കുക, പിന്നെ ഒരു നാരങ്ങാച്ചാർ, നിന്നെയും കൊല്ലും ഞാനും ചാകുമെന്ന് പറഞ്ഞ് പാത്രത്തിൽ ഇങ്ങനെ ഇരിക്കുക. ആകെ കഴിച്ചത് 730 പേര്. കടം മാറിയത് കല്യാണം കഴിച്ചവളുടെ കൊച്ചിന് 2 വയസ്സായപ്പോൾ. അപ്പൊ ഒരു നേരം 850 പേർക്ക് ഫുഡ് കൊടുത്താൽ 3 വർഷം കടം നീണ്ടു നിൽക്കുന്ന നമ്മൾക്ക് അബ്രഹാമിന്റെ വീടിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റില്ല. അബ്രഹാമിന്റെ വീട്ടിൽ ഒരു നേരം 2000 പേര്. ഈ യഹൂദന്മാർ ഒരു ദിവസം 2 നേരമേ കഴിക്കൂ. അവർ മലയാളി അല്ലാത്തത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം.
നമ്മൾ ഒരു ദിവസം 4 or 5 അതൊക്കെ കൃപയ്ക്കനുസരിച്ച് അങ്ങനെ അങ്ങ് നടക്കും. മുന്നാഴിയരുടെ ചോറുണ്ടച്ച് പിന്നെ വയറ് കുറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എവിടെ, എപ്പ, എങ്ങനെ? യഹൂദൻ ഒരു ദിവസം 2 നേരം, ഒന്ന് സൂര്യൻ ഉദിച്ചുറച്ച ശേഷം, 2 അസ്തമിക്കുന്നതിന് തൊട്ട് മുമ്പ്. അതാണ് യഹൂദന്റെ ഡയറ്റിംഗ് സിസ്റ്റം. ഒന്ന് ആലോചിച്ച് നോക്കി, 1 നേരം 2000, 2 നേരം 4000. ഒരു ദിവസം 4, 2 ദിവസം 8, 3 ദിവസം 12, 4 ദിവസം 16, 5 ദിവസം 20, 10 ദിവസം 40, ഒരു മാസം 1,20,000 പേർക്ക് ആഹാരം വിളമ്പുന്ന അബ്രഹാമിന് വീട് വെക്കാൻ കാശില്ലാഞ്ഞിട്ടല്ലപ്പാ കൂടാരത്തിൽ താമസിച്ചത്. ദൈവം ശില്പിയായി പ്രത്യാശ ഉണ്ടെങ്കിൽ ദൈവ കരമടിച്ച് എന്നെ കാഴ്ചപ്പാടല്ലേ. അപ്പം നിങ്ങൾ വേണേ ചോദിക്കാം, അപ്പോൾ പ്രാർത്ഥിക്കാൻ ഇറങ്ങുന്നവർക്ക് നിത്യത മാത്രമുള്ളൂ, ഇവിടെ ഒന്നുമില്ല? അതൊക്കെ നോർമലി ഉള്ള ചോദ്യങ്ങളാണ്. അതാർക്കും ചോദിക്കാമല്ലോ, എല്ലാ കാലത്തും ചോദിക്കാമല്ലോ. കർത്താവിന് വേണ്ടി ഞാൻ പറയാം, മലർന്ന് കടന്ന് മേളിലോട്ട് നോക്കിയാൽ സൂര്യഗ്രഹണം കാണുന്ന ഒരു വീടായിരുന്നു എൻ്റെ വീട്. ഓടാത്ത വാച്ച്, ഉപ്പൂറ്റ് നിലത്ത് മുട്ടുന്ന ചെരുപ്പും 9 യൂണിറ്റ് അരി കൊണ്ട് 1 മാസം ജീവിക്കേണ്ട ഗതികേടുള്ളൊരു വീടിനകത്തു നിന്നാണ് ഞാൻ വിശ്വാസത്തിൽ വന്നത്. എൻ്റെ ഓർമ്മയിൽ ഞങ്ങളുടെ വീടിൻ്റെ സമ്പത്ത് 400 രൂപയുടെ ഒരു സൈക്കിളും മാത്രമായിരുന്നു ആ സമയത്ത്. ഇന്ന് കഴിഞ്ഞ 39 വർഷം കർത്താവിനെ സേവിച്ചു, പാർക്കാൻ ഒരു വീട് ദൈവം തന്നു. അപ്പം നിങ്ങൾക്കറിയേണ്ടത് 4500 സ്ക്വയർ ഫീറ്റ് ആണോ എന്നല്ലേ? അല്ല, 1000-ന് താഴെയാ. അയ്യട മനമേ, തീപ്പെട്ടി കോലെ ഓരയ്ക്കും കത്തും. ഹല്ലേലൂയ. ഒരു വീട് ദൈവം തന്നു, ഓടിച്ച് നടക്കാൻ വാഹനം ദൈവം തന്നു. അപ്പം നിങ്ങൾ ചോദിക്കും, താൻ പ്രസംഗിച്ചതും ജീവിതം തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. അല്ലപ്പാ, വ്യത്യാസം ഉള്ളത് കൊണ്ടല്ല. ഞാൻ പറഞ്ഞ നിങ്ങൾ കേട്ടായിരുന്നോ? പുതിയ നിയമ ദൈവസഭയുടെ ഏറ്റവും വലിയ മോട്ടീവ്, ഏറ്റവും വലിയ ലക്ഷ്യം നിത്യതയാ. എന്നാ ഇനി അടുത്ത വാക്ക് പറയാ, ഈ ഉപ്പുതറയിൽ നിന്ന് കട്ടപ്പനയ്ക്ക് പോകാൻ ഒരാൾ കാറും എടുത്തോണ്ട് നേരെ കട്ടപ്പനയ്ക്ക് പോകുന്നത് കരിയില പറപ്പിക്കാനല്ല, കട്ടപ്പനയ്ക്ക് പോകാനാണ്. എന്നാൽ കാർ ഓടുമ്പോൾ കരിയില പറക്കും, എന്നാൽ കാർ ഓടിക്കുന്നത് കരിയില പറപ്പിക്കാനല്ല. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? യേശുവിനെ സേവിച്ചാൽ നന്മ ഉണ്ടാകും, പക്ഷേ സേവിക്കുന്നത് നന്മയ്ക്ക് വേണ്ടിയല്ല. നല്ലപോലെ കൈ ഉയർത്തിയൊരു ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊള്ളപ്പണം എല്ലാം കൂടെ വെട്ടിക്കൂട്ടണമെന്നൊന്നും അല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ. ആ ദൂതൻ്റെ അവിടം കൊണ്ട് വെട്ടിയിട്ടേച്ച് നാശം ഉണ്ടാക്കരുത്. ഞാൻ പറഞ്ഞേക്കാം, മുൻപോട്ട് പോക്കോട്ടെ. ഇത് ഉദരം നിറയ്ക്കുന്ന തലമുറയല്ല. നിങ്ങൾ എന്നോട് കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. എന്നോട് ജിജു പാസ് 11 മണിക്ക് നിർത്തിയാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ എനിക്കൊരു മാന്യത ഉള്ളതുകൊണ്ട് 9:30 നിർത്താം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളൂ. ഈ സാത്താൻ വന്നിട്ട് യേശുവിനോട് പറയാ, കല്ലിനോട് അപ്പമാകാൻ പറ, എന്നിട്ട് നീ അത് കഴിക്ക്, എന്നിട്ട് നീ ജീവിക്കെന്ന് പറയുമ്പോൾ യേശു ഇങ്ങനെ നോക്കിയപ്പോൾ കാണുന്നത് എന്നാണെന്നറിയോ? ഏദൻ തോട്ടത്തിൽ 1ാമത്തെ ആദാമിനെ ചതിച്ച സാത്താനെയാണ് യേശു കാണുന്നത്. ഓർക്കുന്നുണ്ടോ? അന്നൊരു പഴം കൊടുത്താണ് 1ാമത്തെ ആദാമിനെ ചതിച്ചത്. അമ്മമ്മേ, ഈ ഒരു പഴം തിന്നു, അമ്മമ്മയ്ക്ക് ദൈവത്തെ പോലെയാകാം എന്ന് പറഞ്ഞ പഴം പറിച്ചു കൊടുത്ത് 1ാമത്തെ കുടുംബത്തെ കൊലച്ചതി ചെയ്തു സാത്താൻ. അതേ അടവും കൊണ്ട് സാത്താൻ ഇപ്പൊ യേശുവിൻ്റെ അടുത്ത് വന്നിരിക്കുകയാ. സാത്താന്യ മണ്ഡലത്തിന്റെ തിരിച്ചങ്ങ് നേരെ വിലച്ചുകൊണ്ടി എൻ്റെ യേശു അപ്പ പറഞ്ഞു, സാത്താനേ, ഇത് പഴത്തിന്റെ മുമ്പിൽ തോറ്റുപോകുന്ന 1ാമത്തെ ആദാമല്ല, ഇത് ജഡത്തെ ജയിച്ച ഒടുക്കത്തെ ആദാമാണ്. എത്ര പേരാ കരമുയർത്തി ആമേൻ പറയുന്നു? നാം തോറ്റവന്റെ മക്കളല്ല, നാം ജയിച്ചവന്റെ മക്കളാണ്. ഭാഗം വിടുന്നു. യേശുവിന് നേരെ ദേവാലയ ഗോപുരത്തിന്റെ മേളിൽ കയറ്റി. നിങ്ങൾ എന്നോട് കൂടെ വരണില്ല, ഞാനത് പറഞ്ഞു തീരുകയില്ല. അതുകൊണ്ട് ദേവാലയ ഗോപുരത്തിന്റെ മേളിൽ കയറ്റി ചോദിച്ചു, ചാടിക്കോ, ദൂതന്മാർ നിന്നെ പിടിച്ചോളൂ. ഒരാവശ്യമില്ലാത്തൊരു സർക്കസ്. യേശു താഴെ നിൽക്കുകയായിരുന്നു. ആ യേശുവിനെ അതിലേക്ക് ഇറക്കി മേളിക്കൊണ്ടെന്ന് വെച്ച് പറയാ, ഇനി ചാടിക്കോ, ദൂതന്മാരെ നിന്നെ പിടിച്ചോളൂ. യേശു സാത്താനോട് പറഞ്ഞു, ദൈവത്തെ പരീക്ഷിക്കരുത്. അതിൻ്റെ പച്ച മലയാളം വ്യാഖ്യാനിച്ച് പറയാം, പിടിക്കുമോ എന്നറിയാൻ ചാടി നോക്കുന്ന പണി ഞങ്ങൾക്കില്ലെന്ന് പറഞ്ഞു. എൻ്റെ ദൈവം എന്നോ ലേറ്റ് ആണെന്നറിയോ? പിടിക്കുമോ എന്നറിയാൻ പറ, ചാടി നോക്കുന്ന പണി ഞങ്ങൾക്കില്ല. കാര്യം ഞങ്ങൾ അപ്പനും മോനുമാണ്.
അപ്പന്റെ മകന്റെ ഇടയ്ക്ക് പരീക്ഷണമില്ല. ചെല്ല് പറഞ്ഞു കേട്ടില്ല, കർത്താവേ ഇന്ന് 3 മണിക്കകത്ത് ആ വിഷയത്തിന് നീ എനിക്ക് മറുപടി തന്നില്ലെങ്കിൽ ഞാൻ പിന്നെ മേലാൽ ഈ പുസ്തകം എടുക്കുകയെന്ന് പറഞ്ഞ പുസ്തകം കൊണ്ടാണ് ഇപ്പോഴും നടക്കുന്നത്. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, അപ്പൻ മൗനമായിരുന്നാലും അപ്പനെ മാറിയെടുക്കാൻ പറ്റില്ല. അപ്പൻ ബാഗ് മേടിച്ച് തന്നില്ലേലും അപ്പനെ മാറിയെടുക്കാൻ പറ്റില്ല. അപ്പൻ 2 അടി അടിച്ചാലും വീട്ടിലോട്ടുള്ള വഴി തെറ്റുകയില്ല. ഇത് നന്മയുടെ പുറത്തുള്ള ബന്ധമല്ല, ഇത് ബന്ധത്തിന്റെ പുറത്തുള്ള ജീവിതമാണ്. ആ കരമടിച്ചാമേ പറയാമോ, വിടിവിച്ചാലും മൂന്നാമത്തെ കൊച്ചിൻ്റെ കല്യാണം, വീടിൻ്റെ പണി, വീട്ടിൽ കോഴി മുട്ടയിടുക, പശു പ്രസവിക്കുക, 5-ാം പട്ടയ്ക്ക് പാല് തുപ്പുന്ന റബ്ബർ തേട്ടം, മണിമലയിൽ ഒരു 2.5 ഏക്കർ മേടിക്കുക, അങ്ങ് അമേരിക്കൻ വീസ അടിക്കുക. ഇതൊക്കെ നടക്കട്ടെ പ്രിയരെ, ഇതൊക്കെ നടക്കട്ടെ. പക്ഷേ സേവിക്കുന്നത് ഇതിനു വേണ്ടിയല്ല. ചാടി നോക്കുകയില്ല. ഞാൻ ഒരു വാക്ക് കേട്ടി പറയാം, തള്ളിയിട്ടാ പിടിക്കും സാത്താനെ, മനഃപൂർവ്വം ചാടിയാ പിടിക്കുകയില്ല. വിട്ടോട്ടെ ആ ഭാഗം. 3, ആധാരം തരാം, ഒരു ആരാധന എനിക്ക് തരാവൂ എന്ന് സാത്താൻ ചോദിക്കുക. യേശു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, 7 ഭൂഖണ്ഡത്തിലെ ആധാരത്തെക്കാൾ വലുതാടോ ഒരാരാധന. വകയിലുള്ള അമ്മാച്ചൻ്റെ, അളിയൻ്റെ, അനിയൻ്റെ, ചേട്ടൻ്റെ, ഉപ്പാപ്പൻ്റെ, അനന്തരവളുടെ കല്യാണത്തിന് സഭായോഗം മുടക്കി പോകുന്ന ഉണക്കപ്പെന്തിക്കോസുകാരിത് കേട്ടോണം. ഞായറാഴ്ച സഭായോഗത്തിന് ഇടയ്ക്ക് ഒരു സ്തോത്രാഴ്ച ഉണ്ടല്ലോ. ഈ സ്തോത്രാഴ്ച ഇട്ടേച്ച് പാസിൻ്റെ ചെവിയിൽ എന്തോ പറഞ്ഞേച്ച് ആ ചേട്ടൻ പോകുന്ന പോക്ക് കണ്ടോ, ആ സ്തോത്രാഴ്ചയും കൂടെ എടുത്ത് ആ ചേട്ടനെ കൊടുത്തു വിടണം. കാര്യം എന്നാണെന്നറിയാമോ, അയാൾ പകുതിയെ കൂടുള്ളൂ. എന്നും പാസ്റ്ററോട് പറയുന്ന കല്യാണം വന്ന ഒരാൾ 8 കെട്ടിയാലും ഇത്രയും കല്യാണം ഉപ്പുതറ വരികയല്ലോ. ജഡീകൻ, അത് ഞാൻ പതുക്കെ വിളിച്ചത്. എവിടെ പോകുമോ അയാള്? ഇന്നലെ രാജുമേത്ര പാസ്റ്ററായിരുന്നല്ലോ പണ്ട്. ഈ റാന്നിയിലൊരു പാസ്റ്റർ ചർച്ചിലൊരു അമ്മാമ്മനെ വിളിച്ചിട്ട് വെച്ച്, നാളെ ആരാധനയ്ക്ക് വരുമോ? എന്നൊരു അമ്മ പറഞ്ഞു, നാളെ വരികയല്ല പാസ്റ്ററെ. അതിനാന്ന് ചോദിച്ചു, പറഞ്ഞ് കാലിലൊരു നീരിൻ്റെ ലക്ഷണം കാണുന്നുണ്ട്, സ്റ്റെപ്പ് കയറാൻ മേലെന്ന് പറഞ്ഞു. നീര് വെച്ചില്ല, ലക്ഷണം കാണുന്നേ ഉള്ളൂ. താമസിക്കുന്ന റാന്നിയിലാണ്, നീര് മുണ്ടക്കയം വരെ എത്തിയതേ ഉള്ളൂ, ഓണ്ട് പോയില്ല. അതുകൊണ്ട് നാളെ ഞാൻ വരില്ല, കാര്യം എൻ്റെ കാലിലൊരു നീരിൻ്റെ ലക്ഷണം കാണിക്കുന്നുണ്ട്. പാസ്റ്റർ ഞാൻ സാരില്ല അമ്മ, പ്രാർത്ഥിച്ചോളാം. പിറ്റേ ദിവസമാണ് വെള്ളം കയറി വന്നത്. 7 സ്റ്റെപ്പ് കയറാൻ മേലാത്ത അമ്മ എലിവാണം വിട്ടതുപോലെയാ 3-ാം നിലയിലോട്ട് പോയത്. കണ്ടായിരുന്ന എൻ്റെ പൊന്നു പ്രിയപ്പെട്ട ഒരു അഹങ്കാരവും തമ്പുരാൻ അനുവദിക്കുകയില്ല. നല്ലപോലെ ആ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച് ഒരഭിനയവും എൻ്റെ അപ്പ അനുവദിക്കുകയില്ല. ഇതൊന്നും ഞാൻ ആക്രമിക്കാൻ പറയുന്നില്ല, ഇതൊക്കെ കേട്ടിട്ടെങ്കിലും നാളെ ആരെങ്കിലും ഒരാളും കൂടെ കൂടുതൽ സഭായോഗത്തിന് വന്നാലോ നോർത്ത് വേച്ച് കീച്ചുക, അല്ലാതെ ആരെയും ദുഃഖിപ്പിക്കാൻ പറയുമല്ല. മനഃപൂർവ്വം ഉഴപ്പി നടക്കുന്നവര് കർത്താവിനെ ഒന്ന് സേവിക്കുക. യോഗത്തിന് വന്നേച്ച് കൈയടിക്കാതെ പാടാതെ മരക്കുറ്റി കുത്തി നാട്ടിയതുപോലെ പെന്തിക്കോസിനകത്തെ ഇടകളയാൻ വേണ്ടി അവസാനം ഉപദേശിയുടെ കുടല് വായിക്കാത്ത വരുമ്പോൾ പഴയ മാരുതി 800 വൈപ്പർ അടിക്കുന്ന പോലെ ഒരു ടാറ്റ. ആർക്ക് വേണം ഇയാളുടെ ടാറ്റ? നമുക്ക് ആരാധിക്കാന്നേ ദൈവത്തെ. അപ്പോസ്തലപ്രവൃത്തി 2 അവരെ ലഹരി പിടിച്ചവരെ പോലെ ആരാധിച്ചെന്ന്. ദൈവം ആരോഗ്യം തന്ന കയ്യില്ലേ, അത് ഉപദേശിയും അതിനകത്തുനിന്ന് ഒഴിവല്ല, അത് വിശ്വാസിയും അതിനകത്തുനിന്ന് ഒഴിവല്ല. സകല ആളുകൾ ജീവനുള്ളതൊക്കെയും ശക്തിയോടെ കരമടിച്ച് പിശാചിന്റെ പരീക്ഷണ പർവ്വതങ്ങളുടെ കൊമ്പൊടിച്ചു. യേശു ശുശ്രൂഷ തുടങ്ങുന്നു. കാനയിലെ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി 1-ാമത്തെ അടയാളം. എന്നോട് കൂടെ പറഞ്ഞ ഞാൻ അതിവേഗതയിൽ പോകുക. 3 മരിച്ചവർക്ക് ഉയർപ്പ്. യായിറോസിന്റെ മകളെ വീട്ടിൽ വെച്ചും വിധവയുടെ മകനെ റോട്ടിൽ വെച്ചും ലാസറിനെ കല്ലറയിൽ വെച്ച് ഉയർപ്പിക്കുകയാണ്. ഒരു ദൂത് ഞാൻ ഈ ഉപ്പുതറയോട് പറയാം, വീട്ടിൽ നഷ്ടപ്പെട്ടാൽ വീട്ടിൽ വന്ന് തിരിച്ചു തരും, റോട്ടിൽ നഷ്ടപ്പെട്ടാൽ റോട്ടിൽ വന്ന് തിരിച്ചു തരും. അല്ല, കൈവിട്ടു പോയത് കല്ലറയിലാണെങ്കിൽ അവിടെ വന്ന് തിരിച്ചു തരാൻ എന്റെ കർത്താവ് ശക്തനാണ്. ഇന്ന് രാത്രി ഈ പന്തൽ ഒരു പ്രവചനം എന്ന് പറയുന്നു. പിശാച് പിടിച്ചു വാങ്ങിയതിന് തിരിച്ചെടുക്കുന്ന ഒരു വിടുതലിന്റെ രാത്രിയായി ഇന്ന് രാത്രി മാറുകയാ.
ഇരിക്കുന്നു ദൈവദാസന്മാരുടെ ഒരു നീണ്ട നിര. എത്രയോ വർഷങ്ങളായി നാം സഭകളിൽ ശുശ്രൂഷിക്കാൻ തുടങ്ങിയിട്ടല്ലേ. എത്ര ശവടക്ക് നടത്തി സണ്ണി പാസ്റ്ററെ, എത്ര ശവടക്ക് നടത്തി ഓർക്കുന്നില്ലേ? വീട്ടിൽ വെച്ച് ശുശ്രൂഷ കഴിഞ്ഞിട്ട് ആമേ കർത്തൃകാഹള യുഗാന്ത്യ കാലത്തിൽ ധ്വനിക്കുമ്പോൾ എന്ന് പാട്ടും പാടി ബോഡി എവിടെ നിന്ന് എടുത്തിട്ട് ആമേ സെമിത്തേരിക്കകത്ത് കൊണ്ടുവച്ച് പിന്നെ ഒരു പ്രസംഗവും കൂടെ. പ്രസംഗം നീട്ടുമ്പോഴേ ഓർത്തോണം ആമേ പൊതിക്കാത്തിരിക്കുന്ന വടയും ഒക്കെ തണുക്കുവെന്ന് നിങ്ങൾ ഓർത്തോണം. ഒരു പ്രസംഗം കൂടെ. എന്നിട്ട് അവസാനം പറയാം മുഖം ഒന്ന് മൂടിക്കേ. എന്നിട്ട് താഴെ നിന്നൊരു പിടി മണ്ണ് വാരി വെച്ച് ഒരൊറ്റ ചൊല്ലുണ്ട്, നീയോ സഹോദര പോയി വിശ്രമിച്ചു കൊള്ളുക, കാലാവസാനത്തിൽ നിന്നെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരിക. മണ്ണിടുമ്പോഴേ ഇടുന്ന വാസന അറിയാം എല്ലാവരും ഒന്നും വരികയില്ലെന്ന്. എങ്കിലും ഇങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ഇതിനകത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു പാസ്റ്റിന് സഭായോഗത്തിന് വരാത്ത, ഒളിച്ചിരുന്ന് വീടി വലിക്കുന്ന, പാപം ചെയ്യുന്ന ഒരച്ഛൻ മരിച്ചാൽ പോലും മണ്ണിടുമ്പോൾ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇട്ടൊരു ചിരിയുണ്ട്. കാരണം എന്നറിയോ, കർത്താവ് അച്ഛനിരുന്ന് ഊതിയാൽ ഈ അച്ഛൻ വരികയില്ല. ഓ പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും എൻ പേരും. കണ്ടോ, അതൊരു ഭാഗ്യമല്ലേ. ഓ ശോഭയേറും ഓർ നാടുണ്ടത്, ഓ കാണാമേ ദൂരവിശ്വാസത്താൽ താതൻ വാസം നമുക്കൊരുക്കി. ഹോ നിൽക്കുന്നുണ്ടക്കരെ കാത്തുത്താൻ, വേഗം നാം ചേർന്നിടും ഭംഗിയേ പ്രിയാതീരത്ത്, വേഗം നാം ചേർന്നിടും ഭംഗിയേ പ്രിയാ. പ്രത്യാശയുള്ള എത്ര ദൈവമക്കളുണ്ട് ഈ കൂട്ടത്തിൽ? ഓ എന്നെ ഉണങ്ങിയ പ്രത്യാശയ നല്ലപോലൊന്ന് കൈ ഉയർത്തി ഹല്ലേലൂയ മുൻപോട്ട് പോവുക. എത്ര പെട്ടിപ്പുറത്ത് നമ്മൾ മണ്ണിട്ടിട്ടുണ്ട്, പക്ഷേ പെട്ടിപ്പുറത്ത് മണ്ണിടാത്തൊരു നേതാവ് ഉണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ. ദേവദാസനെ യേശുവാകെ പോയത് 3 മരണ വീട്ടില. അവിടെ നടന്നതൊന്നും അടക്കമല്ല, ഉയർപ്പായിരുന്നു. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? ഒരു പ്രവചനം ഞാൻ പറയാം. എൻ്റെ യേശു അപ്പം മൂടാൻ വന്നതല്ല, മൂടിയത് തിരിച്ചെടുക്കാൻ വന്നതാണ്. നല്ലപോലെ ഒന്ന് കൈയടിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. പോട്ടെ, ദൂതുമായി മുൻപോട്ട് പോകുക. 3 കുരുടന്മാർക്ക് കാഴ്ച, ഒട്ടനവധി കുഷ്ഠരോഗികൾക്ക് സൗഖ്യം. യേശുവിൻ്റെ ശുശ്രൂഷയിൽ ഞാൻ കണ്ട 3 പ്രത്യേകത. 1, ആരും തൊടാത്തവരെ തൊടും. 2, ആരും മിണ്ടാത്തവരോട് മിണ്ടും. 3, ആരും കയറാത്ത വീട്ടിൽ കയറും. അങ്ങനെയാണെങ്കിൽ ഉപ്പുതറയല്ലേ ഉപ്പുതറയുടെ ഒരു ദൂത് പറയാം. അവഗണിക്കപ്പെട്ടവരെ പരിഗണിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് ഞാൻ ഉയർത്തുന്ന യേശുവാണ്. മതമില്ല, ജാതിയില്ല, വർണ്ണമില്ല, വർഗമില്ല, പണ്ഡിതരില്ല, പാമരനില്ല, കുബേരനില്ല, കുജലില്ല, സാധുവില്ല, ഉയർന്നവനില്ല. അയ്യോ യാതൊരു വ്യത്യാസവുമില്ലാതെ മാനവകുലത്തെ ഇടനെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ സ്നേഹത്തിന്റെ ചൂട് തരുന്ന ഒരൊറ്റ ദൈവം. പാതാളത്തിന്റെ ദുഷ്ടശക്തികൾ കേൾക്കാൻ ഞാൻ ഉറക്കം പറയാ. ആ ദൂതി അന്തരീക്ഷത്തിൽ കിടക്കട്ടെ. അവഗണിക്കപ്പെട്ടവരെ പരിഗണിക്കുന്ന ഒരൊറ്റ ദൈവം. ഏതാണ്ട് 37 അത്ഭുതങ്ങൾ, 40-ന് താഴെ, 36-ന് മേളിൽ അത്ഭുതങ്ങൾ യേശു ചെയ്തിട്ടുണ്ട്. യേശുവിൻ്റെ അത്ഭുതങ്ങളെല്ലാം സൂപ്പർ നാച്ചുറൽ റലങ്ങളാണ്. വിശദീകരിക്കാൻ നേരമില്ല. എൻ്റെ ഭാഷയിൽ പറയാം, സാത്താന് പോലും വിമർശിക്കാൻ അനുവാദമില്ലാത്ത അത്ഭുതങ്ങൾ. ശക്തി പുറപ്പെട്ടെന്ന് യേശുവും ബാധ മാറിയെന്ന് സ്ത്രീയും അറിഞ്ഞു. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ഈ ആരോ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ച് പറയുന്നത് കേട്ടു, ഈ അടുത്ത കാലത്ത് എങ്ങാണ്ടാണ് അത്ഭുതങ്ങൾ കേരളത്തിൽ നടക്കാൻ തുടങ്ങിയെന്ന്. ഞാൻ സങ്കടപ്പെട്ടു പോയി അത് കേട്ടിട്ട്. മൂർഖം പാമ്പ് കൊത്തിയവരെ സഭാഹോളിനകത്ത് കൊണ്ടിട്ട് പ്രാർത്ഥിച്ച് അവരെ ജീവനോടെ തിരിച്ചെടുത്ത് അപ്പച്ചന്മാർ ജീവിച്ച സ്ഥലമല്ലേ ഇത്?
പിന്നെ കരണ്ടടിച്ച് പ്രാണൻ പോയ ആമെ കർത്താവിൻ്റെ ദാസിയെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച് ജീവനോടെ മടക്കിയെടുത്ത് അപ്പച്ചന്മാർ താമസിച്ച മണ്ണല്ലേ ഇത്? അലമുറയിട്ട് വന്ന ആമെ വലിയ ആനയെ മണ്ണിൽ കൊമ്പ് കുത്തിച്ച് അഭിഷിക്തന്മാർ പാർത്തൊരു മണ്ണല്ലേ ഇത്? എത്ര രോഗികളെ തിരിച്ചു പിടിച്ച മണ്ണ ആമെ അതിശയപ്പച്ചൻ തിരുവല്ലയിൽ എവിടെയോ, ഞാൻ പറഞ്ഞ കൃത്യമാണെന്ന് അറിയത്തില്ല, സംഭവം കറക്റ്റാ. പ്രസംഗിക്കാൻ വന്നപ്പോൾ ആമെ ഏതോ ഒരു കൊച്ചിന് ടൈഫോയിഡ് കൂടിയിട്ട് മരിക്കാൻ വേണ്ടി തഴപ്പായിൽ കിടത്തി ആമെ മരണം കണ്ടു കിടക്കിയ കൊച്ച്. ചുറ്റും നിന്ന് പ്രാർത്ഥിക്കുമ്പോഴാ ആമെ അപ്പച്ചൻ അറിയുന്നത് ഒരു കൊച്ചിന് ടൈഫോയിഡ് കൂടി കിടക്കുക. നേരെ ഓടിച്ചെന്ന് അന്യഭാഷ പറഞ്ഞിട്ട് ആ കൊച്ചിനെ എടുത്ത് ഒരു ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കി, ടൈഫോയിഡ് കൂടി കിടക്കുന്നവനെ വെള്ളത്തിൽ തൊട്ടാൽ തൊടുന്നവൻ ചാകും. ആ കുഞ്ഞു കൊച്ചിനെ വെള്ളത്തിൽ മുക്കി വെച്ച് അമ്മ ടേബിളിലോട്ട് പിടിച്ചു നിർത്തി വെച്ച് തലയിലോട്ട് കൈവച്ച ഒറ്റ പ്രാർത്ഥന, ഇവൻ ടേബിളെ കയറി നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങുമെന്ന്. ആ കൊച്ചു മരിച്ചില്ല, ആ ടൈഫോയിഡ് അമ്മ ജയിച്ചില്ല. ആ കൊച്ച് 12ാമത്തെ വയസ്സിൽ അമ്മ ടേബിളെ കയറി നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. ആരാന്നറിയാമോ? ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ PM ഫിലിപ്പ്. യേശു എന്ന നാമത്തിന്റെ പുറകിൽ അത്ഭുതങ്ങൾ എല്ലാ കാലത്തും ഉണ്ട്. വീടിന്റെ മുറ്റത്ത് വെച്ച് അണലി കടിച്ചിട്ട് എൻ്റെ അപ്പനെ, അങ്ങനെയാണ് ഞങ്ങൾ വിശ്വാസി വരുന്നത്. പറയാൻ നേരമില്ലാത്തതുകൊണ്ടാണ്, കുറച്ച് ദൂതുണ്ട് നിങ്ങളോട് പറയാൻ. എൻ്റെ അപ്പനെ രാത്രി 7:30 വീടിന്റെ മുറ്റത്ത് വെച്ച് പാമ്പ് കടിച്ചു. ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചതാ. ആ നിലവിളക്കിന്റെ മുച്ചോട് കത്തി അരണ്ട വെളിച്ചത്തിൽ സ്വന്തം മകനെ രാത്രിയിൽ പാമ്പ് കടിക്കുന്ന എൻ്റെ വല്യപ്പൻ കണ്ടു. സന്ധ്യാസമയത്തുള്ള വിഷദംശനം മരണകാരണമാണെന്ന് പറഞ്ഞ് നിലവിളക്കെടുത്ത് നെഞ്ചിനിടിച്ച് എൻ്റെ വല്യപ്പൻ വീടിൻ്റെ തിണ്ണയിൽ ബോധം കെട്ടു. കൺമണി പിറകോട്ട് മലർന്നു, കണ്ണിൻ്റെ വെള്ളക്കരുവ് തെളിഞ്ഞു, ഉച്ഛ്വാസം വേഗതയിലായി. എൻ്റെ അപ്പനെ കോട്ടയം കാരിത്താസിൽ, എൻ്റെ വല്യപ്പനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ. ഈ അപ്പനെ പാമ്പ് കടിക്കുമ്പോൾ അടുപ്പത്ത് കഞ്ഞി വെട്ടിത്തിളക്കുക, നാമം ചൊല്ലിത്തീർത്തിട്ട് കഞ്ഞി കുടിക്കാൻ ആർത്തിയോടെ നാമം ചൊല്ലുമ്പോഴാ ഈ ദുരന്തം കയറി വരുന്ന. ദുരന്തം രംഗബോധമില്ലാത്ത കോമാളിയ. എൻ്റെ വായിൽ കർത്താവ് കൊണ്ട് തരുന്ന ഒരു വാക്ക് ഞാൻ പറയാം. അടുപ്പത്ത് കഞ്ഞി വെട്ടിത്തിളയ്ക്കുന്നു, പക്ഷേ ആ കഞ്ഞി കുടിക്കാൻ സമ്മതിച്ചില്ല പിശാച്. ഞാൻ ആ വാക്കൊന്ന് കയറ്റി പറയട്ടെ പാസ്റ്ററെ. ഈ ഉപതറയിൽ എവിടെയോ വെച്ച കഞ്ഞി കുടിപ്പിക്കാത്ത ശാപമുണ്ട് ചില വീടുകളുടെ അകത്ത്. ഞാൻ ആ വാക്കൊന്നുകൂടെ പറയാ. അടുപ്പത്ത് വെട്ടിത്തിളയ്ക്കുന്ന കഞ്ഞി കുടിക്കാൻ അനുവദിക്കാതെ കുടുംബങ്ങളെ വലയ്ക്കുന്ന ശാപങ്ങളുണ്ട്. ഈ യോഗം വെറുതെ വെച്ചതല്ല. 12 കുടുംബം മാത്രമുള്ളൊരു സഭ ഇത്രയും പണമുടക്കി യോഗം വെച്ചത് വെറുതെ അല്ല. ഞാൻ ദൈവാത്മാവിൽ പറയുന്നു, ആ ശാപത്തെ അഴിക്കാൻ കരുത്തുള്ള ഒരുവൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. കരമടിക്കാമെങ്കിൽ കരമടിക്കാം. യേശുവിൻ നാമത്തിൽ കുടുംബത്തിലെ ശാപങ്ങൾ അഴിയട്ടെ. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ IC യൂണിറ്റിൽ 5ാം ദിവസം എൻ്റെ വല്യപ്പൻ്റെ കണ്ണ് തിരുമിയടച്ച് താടി വട്ടം കെട്ടി പട്ടിനകത്ത് പൊതിഞ്ഞ് കെട്ടിപ്പോക്കിയ പന്തലിൽ ശരീരം വെച്ചു. വീടിന്റെ തെക്ക് ഭാഗത്ത് പച്ചമാവിന്റെ വിറക് വെട്ടിപ്പൂളി അടുക്കി ശരീരം ചിതക്കി കൊടുത്തു. 6 പച്ചവട്ടിക്കകത്ത് ചാരവും കോരി. വല്യപ്പൻ്റെ ചിത ഉണങ്ങുന്നതിന് മുമ്പ് 5 പ്രാവശ്യം രക്തം മാറിയിട്ടും ദേഹത്തെ പഴുപ്പും പുഴുപ്പും മാറാത്തവനായി നിറക മുതൽ പാദം വരെ നീര് വെച്ച് വീങ്ങി വീർത്തിയ എൻ്റെ അപ്പനെ ആശുപത്രി കൈയൊഴിഞ്ഞു വീട്ടിൽ കൊണ്ടുവന്നു. പുഴുത്തവനെ ചേട്ടന് വേണ്ട, പുഴുത്തവനെ അനിയന് വേണ്ട, പുഴുത്തവനെ അളിയന് വേണ്ട, നാറുന്നവനെ നാട്ടുകാർക്ക് വേണ്ട. എല്ലാവരും ഒറ്റപ്പെട്ട് 6 പ്രാവശ്യമാണ് എൻ്റെ അപ്പനും അമ്മയും കൂടെ മരിക്കാൻ പോയത്. കൊലക്കയറിലേക്ക് പോയത് 6 പ്രാവശ്യമാ. എന്ന പുസ്തകം ഉയർത്തിപ്പിടിച്ച് ഞാനൊരു ദൂത് പറയാ. ദൈവത്തിന് വേണ്ടവൻ മരിക്കാൻ എൻ്റെ തമ്പുരാൻ അനുവദിക്കത്തില്ല. ഓ, ആ കരമുയർത്തി ഹല്ലേലൂയ പറയാമോ? ഇന്ന് രാത്രി ഉറപ്പ്, ചില മരണങ്ങൾ മാറിപ്പോകുന്നു. അവർ ദൈവരാജ്യത്തിന്റെ വേലക്കാരായി മാറാൻ ഞാൻ പ്രവചിക്കുന്നു. ഹല്ലേലൂയ. ഇനിയും കൈയടിക്കാത്ത ഞാൻ എന്നാ പറഞ്ഞാച്ചാ ഇനിയൊന്ന് കൈയടിപ്പിക്കുന്നു. ഹല്ലേലൂയ. എടോ പരിശുദ്ധാത്മാവ് വേണ്ടടോ. ആ ഇരിക്കുന്ന കസേരയ്ക്ക് വാടകയുണ്ടെന്നുള്ള ബോധമെങ്കിലും വന്നാൽ അറിയാതെ ഒരടി അടിക്കുകയല്ലേ. ഇത് ഒടുക്കത്തെ ദിവസമായി. ഇന്നൊരടി അടിച്ചേച്ച് ഞാൻ പോകുന്നു. നിങ്ങളിപ്പോഴാണോ അടിക്കുന്നത്? അല്ല, നേരത്തെ ഉണ്ടായിരുന്നോ? അയ്യോ, ഞാനോടത്ത് ഇവരുടെ അടി കണ്ടപ്പോൾ ഇതിപ്പോ തുടങ്ങിയുള്ളെന്ന്. അല്ല, ഞാൻ അങ്ങോട്ട് നോക്കാത്തതുകൊണ്ട് കേട്ടോ. സന്തോഷം. അയ്യോ, എന്നെ കൊണ്ട് ഞാൻ തോറ്റ്. കര ഉയർത്തിയ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പോട്ടെ. അങ്ങനെ 6 പ്രാവശ്യം ആത്മഹത്യ പോയ എൻ്റെ അപ്പൻ വീടിൻ്റെ മുറ്റത്തൊരു ഏറുമാടത്തിൽ പുഴുത്ത കാലുമായിട്ട് മരണം കാത്ത് കിടക്കുമ്പോൾ 2 സുവിശേഷകന്മാർ വീട്ടിൽ വന്നു.
എൻ്റെ അപ്പയെ പൊക്കിക്കൊണ്ട് പ്രാർത്ഥനയ്ക്ക് പോയി. അപ്പ ഇന്ന് IPCയിലെ പാസ്റ്ററാ. എഴുപത്തി 5 വയസ്സോ ഏണ്ടുണ്ട്. ഇപ്പോഴും 65 കിലോമീറ്റർ സ്കൂട്ടർ ഓടിച്ചാൽ പോണേ വീട്ടിൽ നിന്ന്. ഒരു മടുപ്പില്ല. എന്നെക്കാളും ശബ്ദമാണ്. ഹല്ലേലൂയ. ഞങ്ങളുടെ അമ്മേനെ ഇതൊക്കെ പറഞ്ഞാൽ അവരറിയുമായിരിക്കും. ഞങ്ങളുടെ അമ്മേനെ സ്കൂട്ടറെ വെച്ചുകൊണ്ടാണ് പോകണം. ഞങ്ങളുടെ അമ്മയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഓടിക്കുന്നത് ഞങ്ങളുടെ അപ്പനാണെങ്കിലും ബാലൻസ് പിടിക്കുന്നത് ഞങ്ങളുടെ അമ്മയാണ്. ഇങ്ങനെ ഉണ്ടോ ബലം പിടിച്ച് അമ്മ അങ്ങനെയാണ്. അപ്പോൾ ഒരു ദിവസം ദൂരെ പോയിച്ച് തിരിച്ചു വന്നപ്പോൾ എൻ്റെ വൈഫ് ചോദിച്ച, ചാച്ചി ക്ഷീണിച്ചോ? നിർബന്ധം. പിന്നെ ക്ഷീണിക്കുകയല്ലേ, ഇവളൊന്ന് അയഞ്ഞിട്ട് വേണ്ടേ മര്യാദയ്ക്ക് ഇത് കൊണ്ടുപോകാൻ. കേരളത്തിൻ്റെ കുമരകത്തിൻ്റെ എല്ലാ തെരുവിലും പരസ്യവും നടത്തിയ ഒരപ്പൻ, അലഞ്ഞു നടന്ന് കർത്താവിനെ സേവിച്ച ഒരപ്പൻ. ഞാൻ ദൈവമക്കളോട് ഒരു വാക്കുകൂടെ ഒന്ന് പറഞ്ഞു. ഏതായാലും ഞാൻ മെനക്കെട്ടതല്ലേ. കോട്ടയത്ത് IPC നോർത്ത് ആൻഡ് സൗത്ത് ഡിസ്ട്രിക്ട് കൺവെൻഷൻ നടത്തുമ്പോഴേ തിരുനക്കര മൈതാനത്തിൻ്റെ പന്തൽക്കാവൽക്കാരനായിരുന്നു വെച്ചാൽ എൻ്റെ അപ്പൻ. അന്നത്തെ കൺവെൻഷൻ 7 ദിവസമായി. ഇന്നിപ്പോൾ നമുക്ക് 3 ദിവസം വെക്കാം. അന്ന് അങ്ങനെയൊന്നും വെക്കുകയില്ല. അന്ന് 7 ദിവസമേ വെക്കത്തുള്ളൂ. 1-ാം ദിവസം രക്ഷ, 2-ാം ദിവസം സ്നാനം, 3-ാം ദിവസം അഭിഷേകം, 4-ാം ദിവസം വേർപാട്, 5-ാം ദിവസം അപ്പം നുറുക്കലും കൂട്ടായ്മയും, പിന്നെ അവസാന ദിവസം കർത്താവിൻ്റെ 2-ാം വരവ്. അങ്ങനെ കൺവെൻഷൻ തീരുവുള്ളൂ. ഒരുത്തൻ കൺവെൻഷൻ ഗ്രൗണ്ടിൽ നിന്ന് ചർച്ചയ്ക്ക് കയറിയാൽ അവൻ ഉപദേശം അറിഞ്ഞാണ് കയറുന്നത്. ഇപ്പം 20 വർഷമായിട്ട് ഇതൊക്കെ ഉപദേശം അറിയാൻ മേലാത്തതൊക്കെയാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. അന്ന് അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ 7 ദിവസം കൺവെൻഷനാണ്. അന്ന് ഈ കൺവെൻഷൻ പന്തലിലെ കസേരയും എല്ലാം സൂക്ഷിക്കുന്നതിന് എൻ്റെ അപ്പൻ ഒരു രാത്രിയിൽ അവർ കൊടുത്ത കൂലി 20 രൂപയാണ്. നാളുകൾക്ക് മുമ്പാണ് 20 രൂപ. അങ്ങനെ 7 × 14 140 രൂപ. ഇന്ന് നിത്യത വിശ്രമിക്കുന്ന KC ചെറിയാച്ചനപ്പച്ചൻ എൻ്റെ അച്ചാച്ചിക്ക് ഒരു 50 രൂപ കൊടുക്കും. അങ്ങനെ 190. നിങ്ങൾ കണക്കിന് വളരെ പുറകോട്ടല്ലേ എനിക്ക് തോന്നി. 190 രൂപ. അച്ഛാ 10 രൂപ താഴെ കിടന്ന് കിട്ടും. അതെങ്ങനെയാണെന്നറിയോ? അന്നത്തെ പെന്തിക്കോസുകാർ ചാടി ആരാധിക്കുമായിരുന്നു. അപ്പോൾ ഈ പോക്കറ്റിൽ നിന്ന് ഈ പൈസ കുതിക്കും. ഇന്നത്തെ ലവ്മാർ ചാടിയാലും പോക്കറ്റ് ഞെക്കിക്കൊണ്ടേ ചാടുകയുള്ളൂ, പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നെ ആത്മാവിലായാലും ഒന്നും പോകാതിരിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ ഇതൊക്കെ പറയുന്നൊന്നും ചിരിച്ചോണ്ടല്ലപ്പാ, കരഞ്ഞുകൊണ്ട് ഞാൻ പറയുക. 200 രൂപയ്ക്ക് തിരുനക്കര മൈതാനത്ത് കൺവെൻഷൻ പന്തൽ കാത്ത ആ അപ്പൻ്റെ മോൻ തിരുനക്കര മൈതാനത്ത് എത്ര പ്രാവശ്യം പ്രസംഗിച്ച് കഴിഞ്ഞെന്നറിയോ ഇപ്പം? അയ്യോ, കരച്ചിൽ വരുന്നത്. സത്യത്തിൽ ദൈവം എത്ര വിശ്വസ്തനല്ലേ. ആ കരം ഉയർത്തിക്കൊണ്ടിരുന്ന നല്ല ഹല്ലേലൂയ പറയാം. ഞാൻ ബൈബിളെ ഒരു വാക്ക് മാത്രം പറഞ്ഞ് ഞാൻ ദൂതിലോട്ട് പോകാം. അബ്രഹാം ദൈവത്തെ സേവിക്കാൻ വേണ്ടി യൂഫ്രട്ടീസ് നദി ക്രോസ് ചെയ്ത് ആരാധനയ്ക്ക് പോയത് സത്യമല്ലേ? അബ്രഹാം എങ്ങനെയാണ് യൂഫ്രട്ടീസ് നദി ക്രോസ് ചെയ്തതെന്ന് ചരിത്രത്തിൽ എങ്ങുമില്ല. പക്ഷെ ദൈവത്തിന് വേണ്ടി അപ്പൻ നദി കിടന്നപ്പോൾ മക്കൾക്ക് വേണ്ടി ദൈവം കടൽ വറ്റിച്ചു കൊടുത്തു. നിങ്ങൾ എത്ര പേര് കേട്ടു? അപ്പൻ കർത്താവിന് വേണ്ടി തോട് കടന്നാൽ തലമുറയ്ക്ക് വേണ്ടി കടൽ വറ്റിക്കാൻ കരുത്തനായ കൈയൊന്ന് അടിച്ചു. പോട്ടെ, ഇനി ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ ഇതെങ്ങും എത്തുകയില്ല. അവസാനം എനിക്ക് വെപ്രാളമാവും, ഒന്നും പറയാൻ മേലാതെ വരും. നിങ്ങൾ നോക്ക്, കർത്താവിൻ്റെ അനവരതം നീളുന്ന അത്ഭുതങ്ങളുടെ ഒരു നീണ്ട പരമ്പര സംഭവിക്കുകയാണ്. ഗതസമനിൽ വെച്ച് പിടിക്കപ്പെടുന്നു, മതകോടതിയിൽ വിസ്തരിക്കപ്പെടുന്നു. അതൊക്കെ നമുക്ക് പിന്നത്തേതിൽ പറഞ്ഞു വരാം. യേശു കർത്താവിൻ്റെ ശുശ്രൂഷ സുവിശേഷ എഴുത്തുകാർ 4 പേര് വളരെ ആഴമായിട്ട് എഴുതിയിട്ടുണ്ട്. യോഹന്നാൻ്റെ എഴുത്തുകളൊക്കെ ഭയങ്കര വ്യത്യസ്തമാണ്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അല്ലേ? ആമേൻ. നോക്ക്, അത് കഴിഞ്ഞിട്ട് ലേഖനം തുടങ്ങുക. ചരിത്ര പുസ്തകം, അപ്പോസ്തല പ്രവൃത്തി. അതെനിക്ക് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ലേഖനങ്ങളിലേക്ക് സ്കിപ്പ് ചെയ്ത് ചാടുക. ആമേൻ. ലേഖനങ്ങൾ എന്താ? സത്യത്തിൽ ബൈബിളിനകത്തെ അരസികമായ മേഖലയായി ലേഖനങ്ങൾ എന്ന് പറഞ്ഞാൽ വായിക്കാൻ ഒട്ടും സുഖം വരാത്ത, വായിക്കും തോറും മനസ്സിന് വെപ്രാളം കൂടുന്ന ഒത്തിരി തർജ്ജനങ്ങൾ ഒക്കെ ലേഖനത്തിലുണ്ട്. നമുക്കൊട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഈ ഒരു മേഖല. ദാവീദിൻ്റെ കല്ലും ഗോലിയാത്തിൻ്റെ തലയാകുമ്പോൾ എറിഞ്ഞ് പിടത്തിയാൽ മതിയല്ലോ. നിങ്ങൾ കേട്ടില്ലേ? എറിഞ്ഞ് പിടത്തിയാൽ മതിയല്ലോ. ലേഖനം അങ്ങനെ. ലേഖനങ്ങളുടെ പ്രത്യേകത ഈ മൂട്ടയുള്ള കട്ടില ഇരിക്കുന്ന പോലെ അതിങ്ങനെ കടിച്ചുകൊണ്ടിരിക്കും, നമ്മളെ കുത്തിക്കൊണ്ടിരിക്കും. കാര്യം നീ എങ്ങനെ നടക്കണം, നീ എന്ത് ചെയ്യണം, ജീവനുള്ള ദൈവത്തിൻ്റെ സഭയിൽ നീ എങ്ങനെ ആയിരിക്കണം. സത്യത്തിലൊരു കാറ്റലോഗാണ് ലേഖനങ്ങൾ. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. ആമേൻ. നിങ്ങൾ വാങ്ങിക്കുന്ന ഫ്രിഡ്ജിന് 32,000 രൂപ. ആ ഫ്രിഡ്ജിൻ്റെ കൂടെ ഒരു വിലയില്ലാത്തൊരു ബുക്ക് കിട്ടും. അതിൻ്റെ പേരാണ് കാറ്റലോഗ്. കാറ്റലോഗിന് വിലയില്ല. പക്ഷേ ഒരു കാര്യം, 32,000 രൂപയുടെ സാധനം പ്രയോജനപ്പെടണമെങ്കിൽ ഈ കാറ്റലോഗ് വായിക്കണം. നിങ്ങൾ കേട്ടില്ല എന്ന് പറഞ്ഞാൽ യേശുവിനെ കുറിച്ച് അറിഞ്ഞവന് നിത്യതയിൽ എത്തണമെങ്കിൽ കാറ്റലോഗാകുന്ന ലേഖനങ്ങൾ നിന്റെ അകത്തെത്തിയിരിക്കണം.
ഹല്ലേലൂയ. ആ കൂട്ടത്തിൽ ഞാൻ ആ ഭാഗങ്ങൾ പറഞ്ഞ് അങ്ങ് വിടുക, എനിക്ക് അങ്ങനെ നിന്ന് കിളച്ചു മറിക്കാനുള്ള നേരം ഇല്ലാത്തതുകൊണ്ടാണ് പൗലൂസ് എന്ന് പറയുന്ന ദൈവമനുഷ്യനിലേക്ക് ഞാൻ പോകുന്നത്. ഇതൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന, ഞാൻ ഇവിടെ വരാത്തതുകൊണ്ട് ഒന്നുകൂടെ അങ്ങ് പറഞ്ഞേക്കാം, അല്ലേ? കുഴപ്പമുണ്ടോ? ഹല്ലേലൂയ. പൗലൂസിനെ കുറിച്ച് ഒരു 4 കാര്യം, പൗലൂസ് എഴുതിയ ഒരു 4 കാര്യം, പിന്നെ ദൂതിനകത്തുനിന്ന് യേശുവിൻ്റെ ക്രൂശ്. ഇത്രയും പറയുമ്പോൾ 9:30 നിർത്തണമെന്നുള്ള ചിന്തയിലാണ് ഞാൻ ഈ ഓടുന്നത്. നിങ്ങൾ എന്നോട് കൂടെ വരണം കേട്ടോ. പൗലൂസിനെ കുറിച്ച് ഒരു 4 കാര്യം. ഒരു അസാധാരണനായ ദൈവത്തിന്, ഒരു തർസോസുകാരൻ, ഡിബേറ്റുകൾ രാജകുമാരൻ, ഒരു കപ്പലുടമയുടെ മോന്, ഒരു അസാധാരണനായ സാധനം. എൻ്റെ വാക്കി പറഞ്ഞാൽ ഈ നമ്മളൊക്കെ റോഡിൻ്റെ സൈഡിൽ ഒരു ചെറിയ ചായക്കടയിൽ ചായ കുടിക്കുമ്പോൾ പാർലമെൻറ്റിലെ അധികാരികളുടെ കയ്യിൽ നിന്ന് അധികാരപത്രം ചുരുട്ടി മേടിക്കാൻ ഉയർന്ന കുതിരപ്പുറത്ത് പാഞ്ഞു കയറി ചെല്ലാൻ കരുത്തുള്ള ഒരു അസാധാരണനായ ഒരു മനുഷ്യൻ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കടിച്ചു കീറുന്ന ചെന്നായെ പോലെ ആ ഗോത്രത്തിൻ്റെ സ്വഭാവം കാണിക്കുന്ന ഒരു മനുഷ്യൻ. ഡെമസ്കോസിൻ്റെ പടിവാതിൽക്ക് വെച്ച് ദൈവം മനുഷ്യനെ അങ്ങ് പിടിച്ചു. എനിക്കതൊക്കെ ഒത്തിരി ആവേശമുള്ള കാര്യം. പിടിച്ചു തമ്പുരാൻ പറഞ്ഞു, ഇവനെ ഇപ്പോൾ ഒരു ചർച്ചിലും വിടണ്ട, ഇവനെ നേരെ യൂദയുടെ വീട്ടിലോട്ട് വിട്ടേക്കാൻ പറഞ്ഞു. അതിൻ്റെ കാര്യം എന്നറിയോ? വെള്ളം തിളയ്ക്കാൻ 100 ഡിഗ്രി മതി, ഇരുമ്പുരുകാൻ 1500 ഡിഗ്രി വേണം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഈ ആരാധനയും പാട്ടും പ്രാർത്ഥനയും അഭിഷേകവും ഇല്ലാത്ത സഭയിലോട്ടൊക്കെ പൗലൂസിനൊക്കെ ഉണ്ടാക്കിയാലുണ്ടല്ലോ, തീർന്ന മനുഷ്യൻ്റെ കച്ചവടം. അയ്യോ, അല്ലേ ലുയ്യ, വരട്ടെ, തീർന്ന മനുഷ്യൻ്റെ കച്ചവടം. പണ്ടൊരു പാസ്റ്റർ ഞാൻ ക്ഷീണം കാരണം ഇരുന്ന് പ്രസംഗിക്കുക, അന്നേരം സെക്രട്ടറി പറഞ്ഞു, പിന്നെ ഞങ്ങൾ കിടന്ന് കേട്ടോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇരുന്ന് പ്രസംഗിക്കുന്ന ഉപദേശിക്ക് ബാക്കി പറ, കിടന്ന് കേൾക്കുന്ന വിശ്വാസി. ആരാധന ഇല്ലാത്ത സഭയിലോട്ട് ഒരു ദൈവമനുഷ്യനെ കയറ്റിവിട്ടാൽ ആ മനുഷ്യൻ്റെ ഗതി എന്താവും നിങ്ങൾ ആലോചിച്ചോട്ടെ. ഞാൻ ദൈവമക്കളോട് പറയുന്നു, ഞാൻ IPC ചർച്ചകോട് ഷാരോ ന്യൂ ഇന്ത്യ, നമ്മുടെ സഭയുടെ രഹോബോത്ത് ഫെയ്ത്ത് സെന്റർ, നിങ്ങൾ ഏത് സഭയിലെങ്കിലും ഓടിക്കും, പക്ഷേ ആത്മവ്യാപാരം ഇല്ലാത്ത സഭയാണെങ്കിൽ ഓടിക്കണം. ഞാൻ ഒരു സഭയുടെ പേര് പറഞ്ഞിട്ടില്ല, പറഞ്ഞായിരുന്നോ? ഇല്ല. ഇന്ന സഭയിലോട്ട് പോകണമെന്ന് ഞാൻ പറഞ്ഞോ? ഇല്ല. ആരാധന ഇല്ലാത്ത സഭയാണോ, ആത്മവ്യാപാരം ഇല്ലാത്ത സഭയാണോ, അന്യഭാഷ ഇഷ്ടമില്ലാത്ത ഉപദേശിയാണോ, പ്രാണനും കൊണ്ട് ഓടിക്കണം. അതാരാണേലും ഓടിക്കണം. കാര്യം എന്നറിയാമോ? പാത്രത്തിലും വിളക്കിലും എണ്ണയില്ലാത്തവന് മണവാളന്റെ മുറിക്കകത്ത് കയറാൻ പറ്റുകയില്ല. എന്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല. ഓടിക്കണം, ജീവനും കൊണ്ട് ഓടിക്കണം. ഹല്ലേലൂയ. പോട്ടെ, എനിക്കതൊക്കെ പുസ്തകത്തിൽ നിന്ന് പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷെ നേരെ ഇല്ലാത്തതുകൊണ്ട്. ജൈനി വല്ലപ്പോഴും ഒരു യോധനോട് വിളിക്കണം കേട്ടോ. വിളിക്കണം, ഒരെണ്ണം ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. തവേ മറവി വരല്ലേ അപ്പാ, സ്തോത്രം. അതൊക്കെ ആ സ്വാതന്ത്ര്യം കൊണ്ട് അങ്ങ് പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ നോക്കിയേ, ഈ മനുഷ്യനെ ഡെമസ്കോസിൻ്റെ പടിവാക്ക്, എൻ്റെ ഭാഷ പറയാം, പൊടി തീറ്റിച്ചേച്ച് യൂദയുടെ വീട്ടിലോട്ട് എടുത്തു വെച്ചു. ആ വീടെന്ന് പറഞ്ഞാൽ ഭയങ്കര തകർപ്പനൊരു വീട്. എൻ്റെ പൊന്നു പാസ്റ്ററെ, പൗലൂസിനെ കണ്ണ് കാണാൻ മേലാതെ യൂദയുടെ വീട്ടിലോട്ട് കൊണ്ടുവരുമ്പോൾ ആ യൂദയും ഭാര്യയും കൂടെ എപ്പിസോഡിന് 433 ഭാഗവും കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ പൗലൂസ് എന്നെ ചെയ്യുമെന്ന് ആലോചിച്ചിട്ടുണ്ടാ? എന്നെ അല്ലേ? അയ്യോ, കഞ്ചാവ് അടിച്ച് കടത്തീരത്ത് പോയിരുന്ന ഏതോ വൃത്തികെട്ടവൻ എഴുതുന്നത്, പ്രാർത്ഥിക്കുന്നവന്റെ പെരക്കകത്ത് രാത്രി ശപിക്കപ്പെട്ട ഇടപാടുകൾ സ്റ്റോപ്പ് ചെയ്യൂ. ധാർമ്മികരാണോ ഇത് എഴുതുന്നത്? ചുരുട്ടി വലിച്ച കഞ്ചാവിന്റെ പുകയ്ക്കത്തിരുന്ന് കടലിലോട്ട് നോക്കിയിരുന്ന് അമ്മായിയമ്മേനെ കൊല്ലേണ്ടത് എങ്ങനെ, മരുമോളെ കൊല്ലേണ്ടത് എങ്ങനെ, ഈ അപകീർത്തിയും ദുഷ്കീർത്തിയും ഈ അശ്ലീലവും ഈ വ്യാജവുമല്ല പ്രാർത്ഥിക്കുന്ന നിന്റെ വീടിന്റെ മുറ്റത്ത് തമ്പുരാൻ വന്ന് നിൽക്കുകയാ. ഒന്ന് ആരാധിക്കുന്ന കേൾക്കാൻ. ഞങ്ങൾ വിശ്വാസി വരുമ്പോൾ കുമരത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ എങ്ങും റെക്കോർഡ് വെക്കുന്നതിന് മുമ്പ് എൻ്റെ അപ്പൻ റെക്കോർഡ് വെക്കുമായിരുന്നു വായിന്ന് നേരിട്ട്. അന്ന് പാടിയ പാട്ടെന്നറിയോ? ഓരാവിലെ തോറും പരനെ നിന്ദയ, രാത്രിയിൽ നിൻ വിശ്വസ്തത വർണ്ണിപ്പതുചിതം, സ്തുതിപ്പതുചിതം, എൻ ദൈവമേ സ്തുതി നിനക്കു ചെയ്തം. ഇത് വെളുപ്പാങ്കരത്ത് ഞങ്ങൾ കേൾക്കുന്ന ഈ പാട്ട്, ഇത് കേട്ടാ വളർന്നത്. നിങ്ങൾ എത്ര പേര് ആവേ പറയുന്നുണ്ട്? അത് വിട്ടേര്. പൗലോസിനെ കുറിച്ച് ഒരു 4 കാര്യം പറയണമെന്ന് നടത്തില്ല, എങ്കിലും 1-2 കാര്യം പറയാം. ഈ മനുഷ്യനെ കാരാഗ്രഹത്തിലിട്ടാൽ പുറത്തിറങ്ങുമ്പോൾ ഒരു ലേഖനം കൈ കാണും, തുറന്നു വിട്ടാൽ ചെല്ലുന്നിടത്തൊരു സഭ കാണും. ഇതൊക്കെ ആരോട് പറയാൻ? നിങ്ങളോടിത് പറഞ്ഞേ എന്നെ. പൂട്ടിയിട്ടാൽ ലേഖനം, തുറന്നു വിട്ടാൽ
സഭ. ഒറ്റ വാക്കി പറയട്ടെ, സാത്താന് കണക്ക് തെറ്റുന്ന ഒരു തലമുറ ഈ ഭൂമിയിലുണ്ട്. ഇവനെ പൂട്ടിയാലും പ്രശ്നമാണ്, ഇവനെ തുറന്നു വിട്ടാലും പ്രോബ്ലമാണ്. നിങ്ങൾ എഴുതി വെച്ചു, സാത്താന്യ ലോകത്തെ വിരട്ടുന്നൊരു തലമുറ ദൈവസഭകളിൽ എഴുന്നേൽക്കാൻ പോകുകയാണ്. ആ കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കാരാഗ്രഹത്തിന്റെ ഇരുമ്പഴിക്കകത്ത് കിടന്ന് തുടലുകളിൽ കൈ പൂട്ടപ്പെടുമ്പോൾ, കാലത്തടിക്കടയിൽ പെട്ടുകിടക്കുമ്പോൾ ആ ദൈവ മനുഷ്യൻ എഴുതി, അവന്റെ വിളിയാലുള്ള ആശയിന്നതെന്ന് ആ വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും എഴുതിയത് കാരാഗ്രഹത്തിൽ വെച്ച. പൂട്ടിയിട്ടാൽ ലേഖനം, തുറന്നു വിട്ടാൽ സഭ. രണ്ടാമത്തെ കാര്യം പറയാം, ഈ മനുഷ്യൻ സുവിശേഷ നിമിത്തം കൊട്ടയ്ക്കകത്ത് ഒതുങ്ങുകയും ചെയ്യും, ഏഷ്യ മൈനറിൽ നിറയുകയും ചെയ്യും. എഴുതി വെച്ച്, എവിടെയാ നിന്നെ ഒതുക്കിയത് അവിടെ തമ്പുരാൻ നിന്നെ നിറച്ചിരിക്കും. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇനി മൂന്നാമത്തെ കാര്യം ഇച്ചിരി ഗൗരവമുള്ളതാണ്, സ്കിപ്പ് ചെയ്തിട്ട് നാലാമത്തെ കാര്യം പറയാം. മെലിത്തയിൽ വെച്ച് പൗലൂസിനൊരു പാമ്പ് കടിച്ചു. ഈ പ്രശ്നം ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ ഈ ദൂത് കേൾക്കുന്നത്. സാധാരണ പൗലൂസ് സുഭാഷ് കുമാരത്തെ വിളിച്ചു പറഞ്ഞു, സുഭാഷെ റോമിലേക്ക് പോയ വഴിക്ക് എന്നെ ഒരു പാമ്പ് കടിച്ചു, മോനൊന്ന് പ്രാർത്ഥിക്കാവൂ. ഞാൻ കണ്ണടച്ച് പിടിച്ച് പ്രാർത്ഥിച്ചു, ഗ്ലോറി വിക്ടറി 2 ചവിട്ട് പറയും. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ദാസരെ നാഗശക്തിയുടെ പോരുണ്ടെന്ന് പറഞ്ഞു. കാര്യം പാമ്പ് കടിച്ചാൽ പിന്നെ നിങ്ങൾ മനഃപൂർവ്വം എന്നെ ഒറ്റപ്പെടുത്തുമല്ലേ? പാമ്പ് കടിച്ചാൽ പിന്നെ നാഗശക്തിയുടെ പോരാട്ടം. ഇതൊക്കെ അന്നേരം പൗലോസ് എടാ പോടാ 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 നിർത്തടാ. ഞാൻ ചോദിച്ചു, എന്താ നാഗശക്തിയുടെ പോരല്ലേ? പൗലോസ് പറഞ്ഞു, എന്നെ കടിച്ച പാമ്പ് നാഗശക്തിയുടെ പോരല്ല. ഞാൻ ചോദിച്ചു, പിന്നെ പുബ്ലിയോസിന്റെ വീടിന്റെ താക്കോലാണ്. ഒരാഴ്ച കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഒടേതമ്പരാൻ അറിയാം. എന്നെ കടിച്ച പാമ്പ്. ഞാനൊരു പ്രവചനം പറയാം. ഇന്ന് നീ നേരിടുന്ന ചില പ്രശ്നങ്ങൾ നാളത്തെ ഒരു ഡോറാക്കി ദൈവം തുറക്കാൻ പോകുകയാ. ആ കൈയൊന്ന് അടിച്ചൊന്ന് അന്യഭാഷ പറയാൻ പറ്റുമെങ്കിൽ, ഇന്ന് നീ നേരിടുന്ന ചില പ്രോബ്ലങ്ങൾ നാളത്തെ ഡോറായി. ഇനി എബ്രായ ലേഖനം ഉൾപ്പെടെ പൗലോസ് എഴുതിയ 14 ലേഖനങ്ങൾ കൊപ്ര ആട്ടുന്ന പോലെ ചക്കിനകത്തിട്ട് ആട്ടിയാൽ ഇറങ്ങി വരുന്ന 4 ദൂതുകളുണ്ട്. 1 യേശുവിൻ്റെ മടങ്ങി വരവ്, 2 യേശുവിൻ്റെ ക്രൂശ്, 3 യേശുവാര്, 4 എന്താണ് സഭ. ഒന്നുകൂടെ പറയാം, നിങ്ങൾക്ക് എല്ലാ അറിവുള്ളതുകൊണ്ട് ഒരാളുടെ കയ്യിൽ പേപ്പറില്ല, ഒരാളുടെ കയ്യിൽ പേനയില്ല, ഒരാൾ പോലും എഴുതുന്നില്ല. കാര്യം, പൊട്ടനായി വിശ്വാസ ജീവിതത്തിൽ തുടരണമെങ്കിൽ ഒന്നും പഠിക്കരുത്, ഒന്നും എഴുതരുത്, ഒരു കാലത്തും എഴുതരുത്. അങ്ങനെ ഇരിക്കണം കണ്ണു മിഴിച്ച്. നമ്മളെ തോപ്പിക്കാൻ പറ്റുമോ? നമ്മൾ ഇനിയും 15 വർഷം കൂടി ഇങ്ങനെ ഇരിക്കും. അതാ പണ്ട് ഒരു കള്ളു കുടിച്ച് ബോധം കെട്ടി ഒരുത്തനെ 2 പേര് കൂടി ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് പോയപ്പോൾ തോള ഇരുന്നുണ്ടാവും പറയാ, ഇനിയും 2 കുപ്പിയും കൂടെ കുടിച്ചാലും ഞാൻ ഈ ലെവലിൽ പൊക്കോണ്ടിരിക്കുമെന്ന്. തോളലിരിക്കുമെന്ന് ഓർത്തോണേ, അതാ പരിപാടി. ഹല്ലേലൂയ. ഇരിപ്പ് കണ്ടാൽ തോന്നും 66 പുസ്തകത്തുണ്ടെന്ന്, ഒരു അക്ഷരകത്തില്ല, ദൈവത്തിനറിയാം. കൈ ഉയർത്തൽ ഹല്ലേലൂയ പറഞ്ഞു. 4 കൂട്ടം കാര്യം. 1 യേശുവിൻ്റെ മടങ്ങി വരവ്, 2ാമത്തത് യേശുവിൻ്റെ ക്രൂശ്, 3ാമത്തത് യേശുവാര് മറിയുടെ ഗർഭത്തിൽ തുടങ്ങി ഗാൽഗുത്തയിൽ അവസാനിച്ചൊരു മാംസപിണ്ഡമല്ല എൻ്റെ കർത്താവ്, അവൻ അനാദിയായ ദൈവമാണ്. അതാണ് വെളിപ്പാടിൻ്റെ കനിഗർഭം എന്ന് പറയുന്നത്. അടുത്തത് എക്ലീഷ്യ, എന്നല്ല സഭ, എന്താണ് സഭ, എങ്ങനെ ആയിരിക്കണം സഭ, ആരാണ് സഭ. ഒരു വാക്ക് മാത്രം ഞാൻ പറയാം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ ഒരു സംഘമാണ്, 2-ാം അധ്യായത്തിൽ ഒരു സഭയാണ്. ക്ഷീരോത്പാദക സഹകരണ സംഘം, പുരുഷ സ്വയം സഹായ സംഘം കേട്ടിട്ടുണ്ട്. സംഘം എന്ന് പറഞ്ഞ ആൾക്കൂട്ടം. 1-ാം അധ്യായത്തിൽ യേശുവിൻ്റെ അമ്മ സംഘത്തിലായിരുന്നു, പത്രോസ് സംഘത്തിലായിരുന്നു, അന്ത്രയോസ് സംഘത്തിലായിരുന്നു. 2-ാം അധ്യായത്തിൽ ഒരു സഭയായി. സംഘത്തെ സഭയാക്കുന്നത് കെട്ടിടമല്ല, അവരുടെ നടുക്കിറങ്ങിയ പരിശുദ്ധാത്മാവാണ്. ആത്മാവിറങ്ങാത്തത് സഭയല്ല. വിട്ടേര്. എബ്രായ ലേഖനം ഇനി ഓടിച്ചെനിക്ക് പറഞ്ഞ് ചായക്കാനുള്ള നേരം. എബ്രായ ലേഖനം 13 ലേഖനത്തിൽ പേരെഴുതി അഡ്രസ്സ് വെച്ച ദൈവമനുഷ്യൻ 14-ാമത്തെ ലേഖനത്തിൽ ഒരു ഒളിച്ചുകളി നടത്തിയോന്നൊരു ഡൗട്ട് അല്ലേ? ഇന്നും വേദശാസ്ത്രിമാരുടെ നടുക്ക് എല്ലാവരും എന്നെ കേൾക്കണേ. ഇനി എനിക്ക് ഇതൊന്ന് മാറ്റാ. ആമേൻ. വേദശാസ്ത്രിമാരുടെ നടുക്ക് ഭയങ്കര സംവാദങ്ങൾ നടക്കുന്ന കാര്യമാണ്. ആമേ, എബ്രായ ലേഖനം പൗലോസിൻ്റെ ആണോ അല്ലയോ? പക്ഷേ ആമേ 59, 60, 70% അല്ല 100% ഉറപ്പിക്കാം, അത് പൗലോസിൻ്റെ ആഖ്യാന ശൈലിയും പദവിന്യാസങ്ങളും ആശയ ഗംഭീര്യതയും ആമേൻ അതിൻ്റെ എഴുത്തിൻ്റെ സംസ്കാരവും എല്ലാം പൗലോസിൻ്റെത് മാത്രമാണ്. പോട്ടെ,
എന്തുകൊണ്ട് പൗലോസ് ഈ ലേഖനത്തിനകത്ത് പേരെഴുതിയില്ല? പൗലോസിന്റെ സ്വഭാവം നിങ്ങൾക്കറിയോ? ഒരു കള്ളക്കളിയില്ലാത്ത മനുഷ്യനാ. പൗലോസ് പറയും, ഒരു ലേഖനത്തിൽ പറയാം, ഞാൻ ഗായോസിന്റെ വീട്ടിൽ വിരുന്നിനിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു, തെർത്തോസ് എഴുതി കെങ്ക്രയ സഭയിലെ ശുശ്രൂഷക്കാരിയായ ഫേബയുടെ കയ്യിൽ ലേഖനം കൊടുത്തു വിടുന്നു, നിങ്ങളുടെ ധനശേഖരം അവളുടെ കൊടുത്തു വിട്ടേക്കണം. ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ആരെങ്കിലും പറയുമോ? നമ്മൾ പറയുമോ ഞാൻ തോമാച്ചാൻ്റെ വീട്ടിൽ കഴിച്ചുകൊണ്ടിരിക്കുവാന്ന് പറയുമോ? ഇല്ല. ലഡു വായിക്കാതിരിക്കാനും പറയും, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാന്നേ നമ്മൾ പറയത്തുള്ളൂ. നമുക്ക് വേണ്ട കുറച്ചില്ല കഴിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയാം. എടാ, അധ്വാനിക്കുന്നവന് കഴിക്കാന്നേ. നിങ്ങൾ കേട്ടില്ലല്ലേ? ഇത്ര ക്രിസ്റ്റൽ ക്ലിയർ ആണ് പൗലൂസ്. പൗലൂസിന്റെ സംഭാഷണ ശൈലിയിൽ ഒളിച്ചാക്കണ്ടമില്ല, സാറ്റുകളിയില്ല. നേരിട്ട് കാര്യം പറയുന്ന അഗ്രിപ്പ രാജാവേ, രാജാവിനോടാ പറഞ്ഞത്, അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിച്ചിട്ടില്ലടോ. രാജശ്രീ ഫെസ്തോസേ, സംബോധന കേട്ടായിരുന്നോ പൗലൂസിൻ്റെത്? ഇനി കാരാഗ്രഹത്ത് വെച്ച് തന്നെ അടിച്ചു കഴിഞ്ഞപ്പോ തോക്കും പിടിച്ചോണ്ടിരിക്കുന്ന പട്ടാളക്കാരന്റെ കണ്ണി നോക്കി വെച്ച് ഈ മനുഷ്യൻ ചോദിച്ചതാ, എടാ റോമ പൗര എന്നെ വിസ്താരം കൂടാതെ അടിക്കാൻ നിന്നോട് ആരാടാ പറഞ്ഞത്? ഇത്ര ചങ്കൂറ്റുള്ള ആളാണ് അയാള്. ചെന്നായാണ് ഒതുങ്ങുമ്പോ പാർട്ടിയല്ലത്. ആ മനുഷ്യന് എബ്രായ ക്രിസ്ത്യാനികളെ പേടിയാണോ അപ്പാ പേരെഴുതാൻ? ഞാൻ പൗലോസിനോട് ചോദിക്കുന്നു, എന്താ എബ്രായ ലേഖനത്തിൽ പേരെഴുതാൻ? ഞാൻ പൗലോസ് പറയും, സുഭാഷേ, ആമേ 2 സൈസ് കോളുകളുണ്ട്. ഒന്ന്, ആമേ സൗഹൃദ സംഭാഷണം, ഫ്രണ്ട്ലി ടോക്ക്. ഞാൻ ജിജു പാസ്റ്ററെ വിളിക്കുന്നു, ഹലോ പാസ്റ്ററെ, യോഗം കഴിഞ്ഞ് പോയി ഒരു ദിവസം കഴിയുമ്പോൾ ഞാനൊരു വിളിക്കും. അന്നേരം പാസ്റ്ററെ എന്തുകൊണ്ട് വിശേഷം? അന്നേരം ഒന്നുമില്ല ദിവസം. അന്നേരം പറയും, എങ്ങനെയുണ്ടായിരുന്നു യോഗം? സന്തോഷമായിരുന്നു അല്ലേ? വൈഫും കുഞ്ഞുങ്ങളും ഒക്കെ നല്ല മക്കള്, ഹല്ലേലൂയ, സന്തോഷമായിട്ടിരിക്കുന്നു എല്ലാവരും ആയിരിക്കും. എന്നാൽ പിന്നെ ഞാനങ്ങ് കോള് വെച്ചോട്ടെ. എന്നാൽ പിന്നെ ആയിക്കോട്ടെ പാസ്റ്ററെ. ഈ സംഭാഷണത്തിന് പേര് സൗഹൃദ സംഭാഷണം എന്നാ ആണല്ലോ. അപ്പോൾ സൗഹൃദ സംഭാഷണത്തിൽ ഭാര്യ എന്തെന്ന് ചോദിക്കും, മക്കൾ എന്തെന്ന് ചോദിക്കും, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ചോദിക്കും. അമ്മ ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്യും. പക്ഷേ പെരയ്ക്ക് തീ കത്തുമ്പോൾ ഫയർഫോഴ്സിനോട് വിളിച്ച്, ഹലോ തോമസ് സാറാണോ ഫോൺ എടുത്തത്? അമ്മാമ്മയ്ക്ക് എന്നാ ഉണ്ട് വിശേഷം ചോദിക്കുക? വേണ്ടിയില്ലല്ലോ. മക്കളൊക്കെ സ്കൂളിൽ പോകുന്നുണ്ട്. എടാ, പെര കത്തി തീരുവാ. പെരയ്ക്ക് തീ പിടിക്കുമ്പോൾ ഫയർഫോഴ്സിലേക്ക് കോള് പോയാൽ വിളിക്കുന്നവന്റെ പേര് പറയല്ല, കത്തുന്ന സ്ഥലം പറയും. ആരായത്? ഉപ്പുതറ തന്നെയാണോ? നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. വിളിക്കുന്നവന്റെ പേര് അവിടെ അപ്രസക്തമാണ്. കാര്യം വിഷയം ഗൗരവ സ്വഭാവമുള്ളതാണെങ്കിൽ അവിടെ പേരല്ല വിഷയം, വിഷയമാണ് വിഷയം. എന്താ ഇവിടുത്തെ വിഷയം? എബ്രായ ക്രിസ്ത്യാനികൾ വിശ്വാസത്തിൽ വന്നിട്ട് ആത്മീകത തുരുമ്പിച്ച് പാത്രം ക്ലാവ് പിടിച്ചതുപോലെ പിടിച്ച് വിശ്വാസ മാർഗത്തെ തള്ളിപ്പറയാൻ അവര് വെമ്പൽ കൊള്ളുമ്പോൾ പൗലോസ് ഇറങ്ങി നിന്നേച്ച് പറയുകയാ, ഇത്ര വലിയ രക്ഷയെ, ഒരു ആമേൻ പറഞ്ഞപ്പ, ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ നാം എങ്ങനെ തെറ്റി വഴിയാ? എങ്ങാണ്ടൊക്കെ വാർത്ത കേൾക്കുന്നു, വിശ്വാസത്തിൽ നിന്ന് കുറെ പേര് തിരിച്ചുപോയി, കുറെ പേര് പള്ളി പോയി ചേർന്നെന്ന്. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവര്, ആ വാർത്ത കേട്ട് നിരാശപ്പെടരുത്. അതിന്റെ കാര്യം എന്താണെന്നറിയോ? ഈ രക്ഷയുടെ വലിപ്പം അറിഞ്ഞവന് ചത്തു വീണാലും പുറകോട്ട് പോകാൻ പറ്റുകയില്ല. എത്ര ദൈവമക്കളെ ആമേ പറയുന്നുണ്ട്. ആമേ ആരെന്തെങ്കിലും പറയട്ടെ, അവ പൈസ ഉണ്ടാക്കാൻ പോയതാ, പറഞ്ഞോട്ടെ, അപമാനിച്ചോട്ടെ. ആമേ ഇനി വിശ്വാസികൾ തന്നെ കുറ്റം പറയട്ടെ. യേശുവിനെ ഒറ്റിക്കൊടുത്തത് കൂടെ നിന്നൊരു ശിഷ്യനല്ലേ, ഒറ്റുന്നവരെ ഒറ്റട്ടെ, ആരും നിമ്മിക്കട്ടെ. പക്ഷേ പൗലോസിനെ പോലെ പറ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. പൗലോസ് ഒരു തലമുറയോട് പറഞ്ഞു, നോ ടേണിംഗ് ബാക്ക്, പുറകോട്ട് പോകരുത്. ആമേൻ. മീഡിയ തുറന്നു നോക്കിയാൽ കുറ്റം അല്ലേ, വിമർശനം, കല്ലേറ്, വെറിക്കൂത്തുകൾ, വില നഷ്ടപ്പെട്ടു അല്ലേ. എനിക്കൊന്ന് വി എ തോമസ് സാറ് മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞൊരു വാക്കുണ്ട്, അദ്ദേഹമാണെന്ന് തോന്നുന്നു, അതിപരിശുദ്ധമായതിനോടുള്ള അമിത സമ്പർക്ക നിമിത്തം അതിനോടുള്ള ഭയം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, അത് മരണകാരണമാണ്. എൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? നിന്റെ വീട്ടിൽ കറണ്ട് കിട്ടിയിട്ട് 40 വർഷമായാലും 40 വർഷമായിട്ട് നീ ബില്ലടച്ചാലും സ്വിച്ച് ബോർഡിനകത്ത് കൈയിട്ട പൊന്നച്ച നിന്നെ അടിച്ച് പെട്ടിക്കയറ്റുക സാധനം. മനസ്സിലായോ? കറണ്ടിന് അമ്മാച്ചനും ഉപ്പാപ്പനും ഇല്ല, തൊട്ടാലടി. മര്യാദയ്ക്ക് ഉപയോഗിച്ച കാറ്റ്, AC, ഫ്രിഡ്ജ്, മിക്സി. എൻ്റെ അർത്ഥം എന്നറിയോ? ദൈവത്തോട് മര്യാദയ്ക്ക് ഇടപെട്ടാൽ മര്യാദയാ.
എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? എന്തും പറയട്ടെ. എനിക്കറിയില്ല, ഞാൻ ഇന്ന് രാത്രി വേദിയിൽ റിയലി കർത്താവിൻ്റെ സ്പർശനം ഞാൻ അറിയുന്നുണ്ട് എൻ്റെ ശരീരത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എന്നെ സഹായിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഹോളി സ്പിരിറ്റ്. കൈ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ ദൈവമക്കൾ. എന്തെല്ലാം നിന്നയാ, എന്തെല്ലാം നിരാശ. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവർ, എൻ്റെ അപ്പ വിശ്വാസത്തിൽ വന്നപ്പോൾ എത്ര നാളുകൾ ദാരിദ്ര്യത്തിൻ്റെ കൊടുമുടി ഞങ്ങൾ അനുഭവിച്ചെന്നറിയാമോ? നല്ല ഭക്ഷണം കഴിക്കാനില്ലാതെ, വണ്ടിക്കൂലി ഇല്ലാതെ, 13 കിലോമീറ്റർ നടന്ന് ഒറ്റ രാത്രിയിലെ കൺവെൻഷൻ മുടക്കാതെ ഞങ്ങൾ പോയിട്ടുണ്ട്. ആരോടും പരിഭവം പറഞ്ഞിട്ടില്ല, നല്ല ആഹാരം കഴിച്ചിട്ടില്ല. രാത്രി 1 മണിക്ക് കുമരകം കണ്ടമാന്ന് നിങ്ങൾക്കറിയാമല്ലോ. രാത്രി 1 മണിക്ക് അപ്പനും അമ്മയും കൂടെ യോഗം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് വന്നിട്ട് 3 മക്കളെ കഴുത്തുനീര് വെള്ളത്ത് തലേ വെച്ച് നീന്തിക്കൊണ്ട് വീട്ടിൽ വന്നു. രാത്രി 1 മണിക്ക് നനഞ്ഞ ശരീരം കൊണ്ട് ഒരു പിടി ചോറ് വാരി തിന്നെ നോക്കുമ്പോൾ ചോറിനകത്ത് ഉറുമ്പ് കയറി നിൽക്കുക. അങ്ങനെ വലിയ ചട്ടിക്കകത്ത് ചോറ് നിരത്തിയിട്ട് അടിയിൽ പതുക്കെ തീ കൊടുക്കുമ്പോൾ കുറേ ഉറുമ്പ് ഇറങ്ങിപ്പോവും. വെളുപ്പിനെ 3 മണിക്ക് ചത്ത ഉറുമ്പും ചോറും കൂടെ വാരി അമ്മ വായിലോട്ട് വെക്കുമ്പോൾ അമ്മ പറഞ്ഞ വാക്ക് ഇന്നും എൻ്റെ മനസ്സിലുണ്ട്, ഉറുമ്പ് തിന്നാ കണ്ണ് തെളിയുമെന്ന്. വിശ്വാസത്തിന് നിങ്ങൾ ചിരിച്ചോ എനിക്ക് കുഴപ്പമില്ല. വിശ്വാസം മുട്ടയുടെ വെള്ള തെന്നി ചവിട്ടി തെന്നി സഭയ്ക്കകത്ത് വീണവന്മാരുണ്ട്. അവരാ ഇതിനകത്ത് കിടന്ന് തലകുത്തി മറിയുന്നത്. അനുഭവിച്ച് കയറിയവരുണ്ട് ഇതിനകത്ത്. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ഞാൻ 2 തെളിവ് പറയാം, സമയമില്ല. 2 തെളിവ് ഞാൻ പറയാം. മാർത്ത യേശുവോട് പറഞ്ഞു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഓക്കെ. മറിയ യേശുവോട് പറഞ്ഞു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ല. 2 പേരും ഒരേ വാക്ക് പറഞ്ഞല്ലേ പ്രാർത്ഥിച്ചത്. പക്ഷേ കല്ലറയുടെ വാതിൽ മാർത്ത കരയുന്നത് യേശു കണ്ടില്ല, മറിയ കരയുന്നതാ യേശു കണ്ടത്. അതിന്റെ അർത്ഥം എന്നാന്നറിയാമോ? ഒരു പരിധി വരെ ചില മറിയമാരെ ദൈവം അറിയുന്നുണ്ട്. ആ കരമം അടിച്ചൊരു ഹല്ലേലൂയ പറയാമോ? നല്ലപോലെ കരമടിച്ച് അഭിനയങ്ങൾ അവസാനിപ്പിക്കുക. ഹല്ലേലൂയ. പാസ്റ്ററായി പോയതുകൊണ്ട് എനിക്ക് പ്രസംഗിക്കേണ്ടി വരും, അങ്ങനെ പറയുന്നു. അതുകൊണ്ട് എനിക്കൊരു പ്രസംഗം വേണം. അതുകൊണ്ട് ഞാൻ 4 പോയിന്റ് എഴുതിയെടുക്കുന്നു. എന്നോട് ഇടപെടാത്തത് ഞാൻ എന്തിന് ജനത്തോട് പറഞ്ഞ് അവരെ ചതിക്കണം? എനിക്ക് മാറ്റം വരുത്താത്ത ദൂത് വെറുതെ ഛർദ്ദിച്ച് ഞാൻ എന്തിന് ആ അന്തരീക്ഷത്തെ പൊല്യൂട്ടഡ് ആക്കണം? എഴുന്നേൽക്കും, ഒരു തലമുറ എഴുന്നേൽക്കും. റിയലി ഐ ബിലീവ് ഒരു തലമുറ എഴുന്നേറ്റ് വരും. പൗലോസ് പറഞ്ഞു പോകരുത്, ഇത്ര വലിയ രക്ഷ. അദ്ദേഹം പറഞ്ഞൊരു കാര്യം കേൾക്കണോ? 4 കൂട്ടം കാര്യമുണ്ട്, പറയാൻ നേരമില്ല. എബ്രായലേഖനം അത്ര വിസ്താരമാണ്. ഒന്ന്, നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. ആ മഹാപുരോഹിതന്റെ പ്രത്യേകത എന്നറിയാമോ? അബിയാക്കൂറിലെ പൗരോഹിത്യം, അഹരോന്യ പൗരോഹിത്യം മുറിവേറ്റവനെ കണ്ട മാറിക്കടന്നു പോകുമെന്ന്. എന്നാൽ ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത്. നിർദോഷം നിഷ്കളങ്കൻ പാപികളോട് വേർവിട്ടവൻ, തകർന്നവനെ കണ്ടാൽ കെട്ടിപ്പിടിക്കുന്ന ഒരു നല്ല ദൈവം. ഇന്ന് രാത്രി എഴുതി വെച്ചോ, മുറിവേറ്റവനെ കോരിയെടുക്കുന്ന ഒരു പുരോഹിതൻ ഇന്ന് രാത്രി പന്തലിനകത്ത് ഇറങ്ങി നിൽക്കുകയാ. ആ കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പോട്ടെ, ഞാൻ ഓടിപ്പോവുക ദൂതിൻ്റെ ലാൻഡിങ്ങിലേക്ക്. ഇത് പറഞ്ഞു വന്ന് 13-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞു, നിങ്ങൾ എവിടെയല്ല, പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിൻ്റെ അടുക്കൽ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യ രക്തത്തിന്റെ അടുക്കൽ എത്ര നിങ്ങൾ വന്നു. ഇത് പറഞ്ഞിട്ട് ഇബ്രായ ലേഖനത്തിലെ ഒരു ഏറ്റവും കട്ടിയുള്ള ഒരു അണുബോംബ് പൊട്ടുന്നത് പോലെയാണ് 3 വാക്യങ്ങൾ. ഈ രക്തം അകത്തോട്ട് കൊണ്ടുപോകുമ്പോഴും, രക്തം കൊണ്ട് ശുദ്ധികലശം ചെയ്യുമ്പോഴും, രക്തം കൊണ്ട് ശുദ്ധി ചെയ്യുമ്പോഴും, രക്തം കൊണ്ട് ശുദ്ധീകരണം നടത്തുമ്പോഴും കാണുന്ന ആരെങ്കിലും അറിയുന്നുണ്ടോ ഈ രക്തത്തിൻ്റെ ഉറവിടം തീക്കകത്ത് കിടക്കുക എന്ന്? എൻ്റെ കർത്താവിൻ്റെ ദാസനെ, ഞാൻ ഇന്ന് കുറേ സമയം പ്രാകാരത്തെക്കുറിച്ചൊന്ന് ധ്യാനിച്ചായിരുന്നു വീട്ടിലിരുന്ന്. നമുക്ക് പ്രാകാരത്തെക്കുറിച്ച് എന്തെല്ലാം സ്വപ്നങ്ങളാണ് കിടക്കുന്നല്ലേ? ജിജുപാസെ, പ്രാകാരം അത്ര സുഖമുള്ള സ്ഥലമല്ല അച്ഛാ. ഞാൻ ജോസിഫസിന്റെ ഗ്രന്ഥത്തിൽ വായിച്ചത്, ഒരു പെസഹായുടെ അന്ന് 2,56,000 മൃഗത്തിന്റെ കഴുത്താണ് വെട്ടുന്നത് ഒരു ദിവസം. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു ഗ്രൗണ്ടിലെ ഫുട്ബോൾ കളി നടന്ന് നേടിയെടുത്തതല്ല. ഇത്
ഒരു ഫുട്ബോൾ കളിക്ക് നേടിയെടുത്തതല്ല. ഒരാളുടെ ചങ്ക് കുത്തി പിളന്നേച്ച് അതിനകത്ത് 33 തിരുവയസ് ചതുരവടിവുള്ള ആണിയാൽ ആക്രമിക്കപ്പെട്ട് 80 കുതിരയുടെ ചാട്ടവാറ് മൂളിപ്പറന്ന് താമര ഇതള് പോലെ മാർദ്ദവത്തുള്ള ശരീരത്തിൻ്റെ മേൽ ആപാദചൂടെ മുടിച്ച ശരീരം തകർത്ത് അറവശാലയിൽ കുറക് തൂക്കുന്ന പോലെ കാൽവരെ കൊണ്ട് ക്രൂശിച്ചേച്ച് അവിടുന്ന് പിടിഞ്ഞെടുത്ത ചോര കൊണ്ടാ നിന്നെ ഈ കസേര ഇരുത്തിയിരിക്കുന്നത്. ഇതിനകത്ത് വന്ന് വേഷം കെട്ടാൻ നിനക്ക് പറ്റുമോ? ഇതിനകത്ത് വന്ന് അഭിനയിക്കാൻ നിനക്ക് പറ്റുമോ? ഹടമന വേദജാന പ്രബന്ധനയാ ചങ്കിനകത്ത് ചോര ഇന്ന് രാത്രിയിൽ ഈ ഉപ്പുതറയുടെ മണ്ണിലൂടെ ആ പാപമറിയാത്ത ചോര ഇന്ന് രാത്രി ഒഴുകട്ടെ. ഒന്ന് വൃത്തിയായിട്ട് കൈ അടിച്ചൊന്ന് ആരാധിക്കാമോ കർത്താവിന്? സഹോദരാ, നീ വിട്ടേച്ചു പോകുന്ന വീടിനകത്ത് ആ ചോര ഇന്ന് രാത്രി അണപൊട്ടി ഒഴുകുകയാ. നിന്റെ തലമുറ പഠിക്കുന്ന കോളേജിൽ ആ ചോര ഇന്ന് രാത്രി ചെല്ലുകയാണ്. പെരുമ്പമ്പിരയെ പിടിക്കുന്നത് പോലെ കേറി ചുറ്റിയ ശാപം വേഗം ഞാൻ പറഞ്ഞു പോകാം. പഴയ നിയമത്തിൽ ദൈവം പറഞ്ഞു ഒരാടിനെ മുറിക്കണം. എവിടെ തുടങ്ങി ഇത് വിസ്തരിക്കണമെങ്കിൽ നിങ്ങൾ വെളുക്കോളം ഇവിടെ ഇരിക്കേണ്ടി വരും. ഒന്ന്, കിഴക്കേതല്ലൊരു തോട്ടത്തിൽ ആദാം തെറ്റ് ചെയ്തിട്ട് ഒരു ദിവസം വൈകുന്നേരം ദൈവം തോട്ടത്തിൽ വന്നു. ആദാമേ, നീ എവിടെ? ഹല്ലേലൂയ, ആമേൻ. അച്ഛാ, വീഡിയോക്കാർക്ക് ഞാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? ഒരു കുഴപ്പമില്ല, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഹല്ലേലൂയ. ആദാമേ, നീ എവിടെ? ആദാം പറഞ്ഞു, ഞാൻ ഒളിച്ചിരിക്കുകയാ. എവിടെയാ ഒളിക്കുന്നത്? മരത്തിന്റെ മറവിൽ. ഞാനൊരു ഭാഷ നിങ്ങളോട് പറയാം. മരക്കനി തിന്നു ആദാം, മരത്തിന്റെ ഇല ഉടുത്തു ആദാം, മരത്തിന്റെ മറവിൽ ഒളിച്ചു ആദാം. ആദാമിന്റെ പാപത്തിന് മരത്തോട് ചുറ്റിപ്പറ്റിയ ഒരു ബന്ധമുണ്ടെങ്കിൽ യേശു ആ ശാപം അഴിച്ചത് മരത്തിന്മേൽ തൂങ്ങുന്നവനല്ല, ശപിക്കപ്പെട്ടവൻ. ആദാമേ, കൂടെ വരണേ. നീ ഇവിടെ? അച്ഛാ, എനിക്കൊന്ന് ഫിംഗർ തരാം. അച്ഛാ, എനിക്കൊന്ന് ഫിംഗർ തരാം. ഒളിയൻ താത്തിട്ട് എന്നോട് കൂടെ നിൽക്കാം. ഷാട തരാം. ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ആദാമേ, നീ എവിടെ? ആദാം പറഞ്ഞു, ഞാൻ ഒളിച്ചിരിക്കുക. ദൈവവും ആദവുമായിട്ടുള്ള കൂട്ടായ്മ സ്ഥിരം. ദൈവം ആ തോട്ടത്തിന്റെ ഏതോ ഒരു സ്ഥലത്ത് വരും. ആദം അവിടെ കാണും. എപ്പോഴാ വരുന്നറിയോ? വൈകുന്നേരം. ഹല്ലേലൂയ. ഇവർ ഒരുമിച്ചാണ് നടക്കുന്നത്. ഒരു ദിവസം ദൈവം കൃത്യം വന്നു, ആദമിനെ അവിടെ കാണുന്നില്ല. ദൈവം കൃത്യം വന്നു, ആദമിനെ അവിടെ കാണുന്നില്ല. അവിടം തൊട്ട് തുടങ്ങിയ വിളിയാ ദൈവം മനുഷ്യനെ. ഇന്ന് രാത്രി ഉപ്പുതറയിലും വിളിക്കുകയാ, മദ്യപാനിയേ, എവിടെ നീ? ദൈവത്തെ വിട്ട് നടക്കുന്നവനെ, നീ എവിടെ? കൊലപാതക കുറ്റം ചെയ്തവനെ, നീ എവിടെ? പാപിയേ, നീ എവിടെ? അതാ പറഞ്ഞു, ഞങ്ങൾ ഒളിച്ചിരിക്കുക അപ്പാ. തമ്പുരാൻ ചോദിച്ചു, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കോ? തമ്പുരാൻ ചോദിച്ചു, ഞാൻ അരുതെന്ന് പറഞ്ഞു നീ ചെയ്തോ മക്കളെ? അതാ പറഞ്ഞു, തിന്നു കർത്താവേ, പഴം തിന്നു. എന്താണ് സംഭവിച്ചത്? അതാ പറഞ്ഞു, എൻ്റെ തേജസ്സിൻ്റെ ഉടുപ്പ് പോയപ്പാ. മോനിഞ്ഞ് ഓടി വന്നടാ. എടാ കൊച്ചിഞ്ഞ് ഓടി വാടാ. എടാ, എനിക്ക് കോങ്ങണമില്ല ഉണ്ടോടാ. ഓടി വാ. ഈ കൊച്ചിൻ്റെ അപ്പൻ എന്തിയെ? ഈ കൊച്ചിൻ്റെ അപ്പ എന്തിയെ? ഉണ്ടോ ഇവിടെ? വന്നിട്ടില്ല. അമ്മയാണോ? എണീറ്റിക്ക്, പെട്ടെന്ന് എണീറ്റിക്ക്. ഈ കൊച്ച് നിങ്ങളുടെ മോനല്ലേ? 4 വയസ്സ് പ്രായം അല്ലേ? 5 വയസ്സ് പ്രായം. 5 വയസ്സ് പ്രായമുള്ള ഈ കൊച്ച്, ഇവന്റെ അഭിമാനത്തിന് അമ്മയുടെ മാനസികാവസ്ഥയുമായിട്ട് ഭയങ്കര ബന്ധമുണ്ട്. ഇവനെ ഈ റോഡിൽ മനുഷ്യരുടെ നടുക്കോട്ട് നിർത്തിയേച്ച് ഇവന്റെ ഉടുപ്പും കാച്ചട്ടയും കൂടെ വലിച്ചു പറിച്ചിട്ട് ആ നഗ്നത മറയ്ക്കാൻ വേണ്ടി കൊച്ച് ആ റോട്ടിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ ഒരു പക്ഷെ ചുറ്റും നിൽക്കുന്ന എല്ലാവരും ചിരിക്കുമായിരിക്കും, പക്ഷെ അമ്മ കരയും. അമ്മക്കരെ കൊച്ചു പൊക്കോ. ഞാൻ ഇച്ചിരി ഇവിടെ വലിയൊരു തരം പിടിക്കട്ടെ. നീ ഓടിവാടാ. അത് മറിക്കരുത്. ഓടിവാ. എടാ, ഓടിവാടാ. ഇവനെ റാസായിക്ക് പോകുന്ന പോലെ വരുന്നത് കണ്ടോ? ഇവനെ പിടിച്ചെടുത്ത് നിങ്ങൾ ഗൗരവമായിക്കേ. പല്ല് വേഗം മാറ്റിക്കേ. ഇവനെ റോട്ടിൽ പിടിച്ച് എന്തിയെ? ഇവന്റെ അപ്പൻ എന്തിയെ? ഇവന്റെ അപ്പ എന്തിയെ? റൈറ്റ്. ഇവനെ പിടിച്ച് ഈ ഉപ്പുതറ ജംഗ്ഷൻ നിർത്തിയേച്ച് ആരോ ഇവനോട് ദേഷ്യം, ഇവനെ മനഃപൂർവ്വമായി അവിടെ നിർത്തിയേച്ച് ഇവന്റെ ഉടുപ്പ് വലിച്ചു പറിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചർച്ചിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മോൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആരൻ, ഞാൻ അവനെക്കുറിച്ച് എന്തോ ഒരു കാര്യം പറഞ്ഞു. അവൻ ആ കാര്യം കറക്റ്റായിട്ട് രജിസ്റ്റർ ആയില്ല. അവൻ യോഗം കഴിഞ്ഞ് വീട്ടിൽ വന്ന് മുറിക്കാത്ത എന്നെ തള്ളി റൂമിൽ കയറ്റി പറഞ്ഞു, അപ്പ എല്ലാവരുടെ മുമ്പ് ചെന്ന് നിന്ദിക്കുമായിരുന്നു. അപ്പ
എല്ലാവരുടെ മുമ്പ് വെച്ച് അപ്പ എന്നെക്കുറിച്ച് കുറ്റം പറയുന്നത്, പാസ്റ്റർമാർ എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ, എന്നെക്കുറിച്ച് കുറ്റം. ഞാൻ എനിക്ക് വല്ലാത്ത ദുഃഖം തോന്നി. ഞാൻ അവനെ ചേർത്ത് ഇല്ലടാ, അപ്പം നിന്നെക്കുറിച്ച് നല്ലതാ പറഞ്ഞത്. ഈ കൊച്ചിനെ റോഡിന് നടുക്ക് വെച്ച് ഇവൻ്റെ മുണ്ടൂര് ഇവൻ്റെ ഉടുപ്പ് ഉരിഞ്ഞു കളഞ്ഞാൽ ഇവൻ്റെ ആ നാണക്കേട് നിങ്ങളുടെ കൂടെ നാണക്കേടല്ലേ അല്ലേ? കരഞ്ഞു പോകത്തില്ലേ? ഓടിച്ചെന്ന് സ്വന്തം ഉടുപ്പ് പറിച്ചിട്ടാണ് അവനെ ഉടുപ്പിക്കത്തില്ലേ? യേശു എൻ്റെ തമ്പുരാൻ ഏദൻ തോട്ടത്തിൽ വന്ന മക്കളിരുന്ന മക്കളെ, താങ്ക് യു സോ മച്ച്. ആമേൻ. ഏദൻ തോട്ടത്തിൽ വന്ന് ആദാം പറഞ്ഞു, അപ്പാ എൻ്റെ ഉടുപ്പ് പറിച്ചപ്പാ. ഞാനും അവളും കൂടെ, നിങ്ങൾ നോർത്ത് നോക്കി, നഗ്നത മറയ്ക്കാൻ അട്ട പോലെ ചുരുളുക. ആദാം ആരാ? ദൈവത്തിൻ്റെ മോനല്ലേ? നിങ്ങൾ എന്താ മിണ്ടാത്തത്? ഞാൻ ആരോടായി പറയണേ? ദൈവത്തിൻ്റെ മോനല്ലേ ആദാം? ദൈവത്തിൻ്റെ മോളല്ലേ? ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ഭാര്യ ഭർത്താവുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് ആ ഭർത്താവ് നിങ്ങളെ കഠിനമായിട്ട് എന്തെങ്കിലും ചീത്ത പറയുകയോ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്താൽ നിങ്ങൾ കരഞ്ഞുകൊണ്ട് പറയത്തില്ലേ, ഞാൻ എൻ്റെ അപ്പയോട് പറയും, എൻ്റെ അപ്പനോട് ഞാൻ പറയും, പറയത്തില്ലേ? ആദാം ഹൗവയ്ക്കിട്ടൊരു അടി കൊടുത്താൽ ഹൗവയ്ക്ക് പറയാനുള്ള അപ്പനേതാ? ഹൗവ ആദാമിനോട് പറയും, വൈകുന്നേരം എൻ്റെ അപ്പ തോട്ടത്തിൽ വരുമ്പോൾ ഞാൻ പറയും. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ മോളല്ലേ ആ നാണം കെട്ട് നിൽക്കുന്നത്? ദൈവത്തിൻ്റെ മോനല്ലേ നാണം കെട്ട് നിൽക്കുന്നത്? തമ്പുരാൻ ചോദിച്ചു, ആദാമേ എവിടെയാ നീ? നീ എന്റെയാടാ, നീ എവിടെയാ നീ? അയ്യോ, സുവിശേഷ യോഗം മതമാറ്റ യോഗമല്ല. പിശാച് വസ്ത്രം ഉരിഞ്ഞതിനെ വസ്ത്രം ഉടുപ്പിക്കുന്ന യോഗമാണ്. പിശാച് ശാപം ഉടുപ്പിച്ചതിനെ തേജസ് ഉടുപ്പി. ആദാമേ നീ എവിടെ? ആദാം പറഞ്ഞു, അപ്പാ ഞാൻ ഒളിച്ചിരിക്കുക, അപ്പാ എനിക്ക് മുമ്പോട്ട് വരാൻ പറ്റില്ല. തമ്പുരാൻ പറഞ്ഞു, വെയിറ്റ്. ആദാം ഓർത്തനാന്നറിയോ? ജിപ്പാസ് എന്നോട് കൂടെ വാ, ഇവിടെ വാ. ആദാം ഓർത്തനാന്നറിയോ? തമ്പുരാൻ വടി വെട്ടാൻ പോയി കാണാം. ആദാം ഓർത്തനാന്നറിയോ? തമ്പുരാൻ വാളെടുക്കാൻ പോയി കാണാം. ആദാം ഓർത്തനാന്നറിയോ? തമ്പുരാൻ ചാട്ട എടുക്കാൻ പോയി കാണാം. ആദാമേ നിനക്ക് തെറ്റി. നിന്റെ ദൈവം ക്രൂരനല്ല, നിന്റെ ദൈവം സ്നേഹനിധിയാണ്. അവൻ പോയതെന്തിനാണെന്നറിയാമോ? അവനൊരു തോലെടുക്കാൻ പോയതാണ്. അച്ഛാ തമ്പുരാൻ ഓടി വന്നു. ഈ ചോര ഇറ്റിറ്റ് വീഴുന്ന ഒരു തോല് ഹൗവയെ ഉടുപ്പിച്ചു, ആദാമിനെ ഉടുപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, പുറത്തു വാ. അത്രയും നേരം വളഞ്ഞിരുന്നവൻ ഇപ്പൊ നിവരാൻ തുടങ്ങി. ആദാം ഹൗവയുടെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, എടി, വളഞ്ഞു പോയ നമ്മെ നിവർത്തിയത് ഈ ആടിന്റെ തോലാണ്. റോമർ 6 പറയുന്നത്, സ്നാനപ്പെടുന്നവൻ യേശുവിനെ ധരിക്കുന്നു. ഇന്ന് രാത്രി നാണം കെട്ട് പോയവരെ ഉടുപ്പിക്കാൻ ഒരു തോല് കാൽവറിയിൽ പറിക്കപ്പെടുകയാണ്. ആ കരമടിച്ച് എനിക്കറിയില്ല എങ്ങനെ വിശദീകരിക്കണമെന്ന് എനിക്കറിയില്ല. ക്രൂശ് ആഴമായിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ കയറിയാൽ നിങ്ങളുടെ ചിന്തയും നാക്കും പോരാതെ വരും പ്രസംഗിക്കാൻ. പാസ്റ്റർ 1 മിനിറ്റ് കൂടെ എൻ്റെ കയ്യെ പിടിക്കണം. ആദമും ഹൗവയും കൂടിയാ തോട്ടത്തിനകത്ത് തമ്പുരാൻ പറഞ്ഞു, വാ പുറത്തു പോകണം. ഹൗവയും ആദാമും കൂടി ഇങ്ങനെ കൈ പിടിച്ചു. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്നോട് കൂടെ വരണേ. എനിക്ക് നല്ലപോലെ സങ്കടം വരുന്നുണ്ട് എൻ്റെ മനസ്സിൽ. ദൈവസ്നേഹം വന്നാൽ നീ കരയും. നീ കല്ലാണെങ്കിൽ നീ കരയില്ല. എനിക്കറിയില്ല നിങ്ങളെ. ഇങ്ങനെ കയ്യെ പിടിച്ചോണ്ട് പോവാച്ച. ഏദൻ തോട്ടത്തിന് പുറത്തോട്ട് പോയപ്പോ ഉണ്ടല്ലോ, ഹൗവയും ആദാമും നിവർന്നു. കുനിഞ്ഞിരുന്നവർ നിവർന്നു, വളഞ്ഞവർ നിവർന്നു. ഇപ്പൊ നാണക്കേട് മാറിയില്ലേ? ദേഹത്ത് ആടിന്റെ ചോര മുട്ടുന്നുണ്ട്, എങ്കിലും തോലൊരു മറവാണ്. നടന്നു പോകുമ്പോ ഹൗവയും ആദാമും കൂടെ തോട്ടത്തിൽ കൂടെ നടന്നു പോയി കണ്ട കാഴ്ച എന്നറിയോ? തോലില്ലാതെ ഒരു മൃഗത്തിന്റെ ഉടല് തോട്ടത്തിൽ കടന്ന് പെടയ്ക്കുന്നു. Come on, somebody. ഒരു തോല് ചോരയിൽ കുളിച്ച് ഒരാട് തോട്ടത്തിൽ കിടന്ന് പിടയ്ക്കുന്നു. ഹൗവ ആദാമിനോട് ചോദിച്ചു, ആരാ ഈ ആടിനോട് ഈ ദോഷം ചെയ്തത്? ആദാം പറഞ്ഞു, ദോഷം ചെയ്തത് നീയാ. ഹൗവ ചോദിച്ചു, ആ ആടിന്റെ തോലെന്തിയേ? ആദാം പറഞ്ഞു, ആദാ നിന്റെ അരയിലിരിക്കുന്നത്. ഇന്ന് രാത്രി ഉപ്പുതറയെ ഉടുപ്പിക്കാൻ ഒരുവൻ ക്രൂശിൽ മരിക്കുകയാണ്. ഉപ്പുതറയെ ഇന്ന് രാത്രി എത്ര പേര് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്? ഭയങ്കര ദൈവ സാന്നിധ്യം ഞാൻ ഈ പന്തലിൽ അനുഭവിക്കുന്നു. Is the time of Holy Spirit. Is the time of Holy Spirit. Labra tasmana hamshetiana. ഇന്ന് രാത്രി ഏതൊക്കെയോ ശാപമുള്ളിടത്ത് നാണം വന്ന് മറഞ്ഞുപോയ ചില തലമുറകളെ ഇന്ന് രാത്രി സ്വർഗം വെളിയിലെടുക്കുകയാണ്. ചില കുടുംബങ്ങളെ just you come out, ദൈവം പുറത്തെടുക്കുകയാ. തകർന്നുപോയ തലമുറകളെ
ഇന്ന് രാത്രി പുറത്തെടുക്കുന്നു. തകർന്നു പോയ കുടുംബത്തെ ഇന്ന് രാത്രി ഓ കൊതിയാണപ്പാ, കൊതിയാണപ്പാ, ഹേ നിൻഹിതങ്ങൾ ചെയ്യുക. എന്നെ സ്നേഹിച്ചിടുന്ന ഒരു പക്ഷെ ഇങ്ങനത്തെ ഒരു വൈകുന്നേരം നിങ്ങൾക്ക് ഇനി ഉടനെ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. വേണം നിങ്ങൾക്ക് വീട്ടിൽ പോയി എന്താ ചെയ്യാനാ? അവിടെ ഇരിക്കുന്ന 4 ചപ്പാത്തി തിന്നണം, അത്രയല്ലേ ഉള്ളൂ. അതാരും കൊണ്ടുപോവുകയല്ലപ്പാ. എത്ര നാളായി നിന്റെ ഈ ഓട്ടപ്പാച്ചിൽ തുടങ്ങിയിട്ട് വല്ലതും നേടിയോ? എന്നെ മാനിച്ചിടുന്ന നല്ലൊരപ്പായുണ്ട്, നല്ലൊരു ദൈവമുണ്ട്. കണ്ടോ ഒരാട് കിടന്ന് പിടയ്ക്കുന്നത് കണ്ടോ? മക്കള് കാണുന്നുണ്ടോ? നിന്നെ ഉടുപ്പിക്കാൻ ഇസഹാക്കേ എവിടെ പോവാ? മറുപടി, ഞാൻ മോറിയ വരെ പോവുക. കെട്ടിപ്പിടിച്ചേച്ച് എല്ലാരോടും പറഞ്ഞു, ഞാൻ തിരിച്ചു വരികയല്ല കേട്ടോ, അപ്പ എന്നെ മുറിക്കാൻ വേണ്ടി പോവുക, ബൈ. മോറിയയുടെ മേളിൽ ചെന്നു. ഇസ്ഹാക്കിന്റെ കൈയും കാലം കെട്ടി യാഗപീഠത്തിന്റെ വിറകിലോട്ട് അവനെ എടുത്ത് കിടത്തി. ആ വാളിങ്ങനെ ആകാശത്തേക്ക് ഉയർത്തിയപ്പോ സ്വർഗത്തിൽ നിന്ന് ഒരൊറ്റ വിളി, അബ്രാമേ. ഇന്ന് രാത്രി ഞാനൊരു പ്രവചനം പറയട്ടെ. ദൈവത്തിന്റെ ഒരു വിളിയുടെ പുറത്ത് ജീവനോടെ ഇരിക്കുന്നവരുണ്ട് ഈ യോഗത്തിനകത്ത്. പെട്ടിക്കേറി പോകേണ്ട സ്ഥാനത്ത് ഒരൊറ്റ വിളിയുടെ പുറത്ത് ഇല്ലേ? നിങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലേ ഒരു വിളിയുടെ പുറത്ത് ജീവിച്ചിരിക്കുന്നവരില്ലേ? ദൈവത്തിന്റെ ഒറ്റ ഇടപെടലിന്റെ പുറത്ത് ജീവനോടെ. നിങ്ങൾ എല്ലാവരും കണ്ണടച്ച് നിൽക്കണ്ടേ? എന്നെ നോക്കപ്പാ, എന്നെ നോക്ക്. ദൈവത്തിന്റെ ഒറ്റ വിളിയുടെ പുറത്ത്, സത്യമല്ലേ ഞാനീ പറഞ്ഞത്? അല്ലേ ദൈവദാസനെ? ഒറ്റ വിളിയുടെ പുറത്ത് രക്ഷപ്പെട്ടവരാ നമ്മളൊക്കെ. എവിടെയോ ഒരു സ്പാർക്ക് അടിച്ച് രക്ഷപ്പെട്ടവരാ ഒറ്റ വിളിയുടെ. ആമേ. അവസാന യാഗപീഠത്തിൽ നിന്ന് ഇസഹാക്കിനെ ഇറക്കി അബ്രഹാമിന്റെ കയ്യെ പിടിച്ചോണ്ട് തുള്ളി ചുള്ളി ചുള്ളി ചാടി പോരുമ്പോ ആമേ ഇസഹാക്ക് അറിയാതെ ഒന്ന് കരഞ്ഞ് അപ്പായോട് പറയുക, അപ്പ എന്റെ ഈ ചിരിക്കകത്ത് ആ ആടിന്റെ കരച്ചിലുണ്ടല്ലേ, അപ്പ എന്റെ ഈ ചിരിക്കകത്ത് ആ ആടിന്റെ കരച്ചിലുണ്ടല്ലേ. ഇന്ന് രാത്രി എല്ലാ പെന്തിക്കോസുകാരൻ ഡയറിയിൽ എഴുതി വെച്ചോണം, അവൻ ക്രൂശിൽ കരഞ്ഞത് കൊണ്ടാണ് നീ ചിരിക്കുന്നത്. അവൻ കൈയൊന്നടിച്ച് യേശു ഉറക്കെ ആരാധിക്കാമോ? അവന്റെ കരച്ചിലാണ് നിന്റെ ചിരി, അവന്റെ വേദനയാണ് നിന്റെ ആരോഗ്യം. ഇതല്ലേ പൗലൂസ് പറഞ്ഞത്? ഇതല്ലേ പൗലൂസ് പറഞ്ഞത്? പുരോഹിതന്റെ കയ്യിൽ കിണ്ണത്തിൽ ചോര, പക്ഷെ ആടിന്റെ ഉടല് തീക്കകത്ത് കിടക്കുക. പറ പാസ്റ്ററെ, പ്രാകാരത്തിൽ മാംസം കരിഞ്ഞ മണമുണ്ടല്ലേ? പ്രാകാരത്തിൽ ഉടലില്ലാതെ ആട് കടന്ന് പിടയ്ക്കുന്നില്ലേ? ആമേൻ. നിങ്ങൾ ഓർത്തു വയ്ക്കേ, നിങ്ങളുടെ മുറ്റത്തിരിക്കുന്ന ഒരു ആടിന്റെ കഴുത്തലോട്ട് ഒരു വെട്ടന് കൊണ്ട് ഒറ്റ വെട്ട് കൊടുക്ക, തല അപ്പുറത്ത് മാറി കിടന്ന് പിടയ്ക്കും. ശരിയാണോ പാസ്റ്റർ? ഉടൽ അപ്പുറത്ത് കിടന്ന് പിടയ്ക്കും. ആ ഉടൽ കിടന്ന് പിടയ്ക്കുന്ന കൂട്ടത്തിൽ അതിന്റെ ചാണകവും മൂത്രവും പ്രാണൻ പോകുന്ന വെപ്രാളത്തിൽ അവിടെ മുഴുവൻ ചീറ്റി തെറിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഒരു തമാശയല്ല. പ്രാകാരത്തിൽ മാംസം കരിയുന്ന മണമുണ്ട്. പ്രാകാരത്തിൽ ചെവി കുലുക്കി നോക്ക്, ഒരാടിന്റെ കരച്ചിലിന്റെ ശബ്ദമുണ്ട്. മൂക്കിളക്കി നോക്ക്, ഒരു രക്തത്തിന്റെ ഗന്ധം മൂക്കിനകത്തുണ്ട്. ഇന്ന് രാത്രി പന്തലിനകത്ത് മുഴുവൻ ആ ആട് ദൈവക്രോധത്തിൽ കരിയുന്നതിന്റെ മണമുണ്ട്. ഇവിടെ ശാപത്തിന് നിൽക്കാൻ പറ്റില്ല. ഇവിടെ ശാപത്തിന് നിൽക്കാൻ പറ്റില്ല. ഇവിടെ രോഗത്തിന് നിൽക്കാൻ പറ്റില്ല. ഇവിടെ ദുരന്തത്തിന് നിൽക്കാൻ പറ്റില്ല. Be here right now in Jesus. ഭയങ്കര
തീ വ്യാപരിക്കുന്നുണ്ട്. ചിലരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. ചില വീടിനകത്തുനിന്ന് ശാപങ്ങൾ അഴിയുകയാ. എല്ലാം മറക്ക്, എല്ലാം മറക്ക്. യേശുവേ എന്ന് വിളിച്ച് ആരാധിക്കുക. എങ്ങനെ ഞാൻ ഇതൊന്ന് പറഞ്ഞു നിർത്തണേ? പുരോഹിതന്റെ കിണ്ണത്തിൽ രക്തം, ആടിന്റെ ശരീരം തീക്കാത്ത. എന്നിട്ട് പൗലോസ് പറയാ, ഇതിന്റെ സെയിം പിക്ചർ യേശുവിന്റെ ചോര വിശുദ്ധ മന്ദിരത്തിൽ. സമയം പോയോ? യേശുവിന്റെ ചോര വിശുദ്ധ മന്ദിരത്തിൽ, ശരീരം ദൈവക്രോധത്തിൽ. ഓ ചന്തം ചിന്തും തിരുമേനിയൻ പേർക്ക, ചന്തം ചിന്തും തിരു. ഓ സ്വന്തമായ എല്ലാറ്റെയും വെടിഞ്ഞ്, സ്വന്തമായ ചന്തം ചിന്തു തിരുമേനിയൻ. ഒന്ന് ചേർന്ന് പാടാമോ? ചന്തം ചിന്തു തിരുമേനിയൻ. ഓ സ്വന്തമായ എല്ലാറ്റെയും വെടിഞ്ഞു, സ്വന്തമായ എല്ലാറ്റെയും വെടിഞ്ഞു. കണ്ടോ? ദൈവക്രോധത്തിൽ കിടക്കുന്ന ആ ശരീരം കണ്ടോ? ഒറ്റ വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ. 80 കുതിരയുടെ ചാട്ടവാറ 8ആയിട്ട് പിന്നി. 80 കുതിരയുടെ ചാട്ടവാറ 8ആയിട്ട് പിന്നി. ഈയ കട്ടി, എല്ലിന്റെ കഷണം, മുൾക്കൊളുത്ത്, ചൂണ്ട, പശജന്യമായ ചാട്ടം മുതുകിലടിച്ചു. ചാട്ട തിരിച്ചു വലിച്ചപ്പോൾ താമര ഇതൾ പോലെയുള്ള അവന്റെ ശരീരം നീളത്തിൽ കീറി. സങ്കീർത്തനക്കാരൻ എഴുതി, ചാലുകൾ നീളത്തിൽ കീറിയെന്നു. മാർദ്ദവത്വമുള്ളവൻ അറവുശാലയിലെ കുറകുപോലെ ആപാതചൂട തകർക്കപ്പെട്ടെന്ന്. ദൈവക്രോധത്തിന്റെ അഗ്നിയിൽ കിടന്ന് അവൻ വെന്ത് പൊള്ളുമ്പോൾ ആ ശരീരം, നിങ്ങൾ കേൾക്കുന്നില്ലല്ലേ? ആ ശരീരം തീക്കകത്ത് കിടന്ന് സന്തോഷിക്കുന്നു. അമ്മ ആരാന്ന് ഞാൻ പറയാം. എന്നെ കണ്ണു തുറന്നു നോക്കിയേ. 57 യൂണിറ്റ് വേദനയിലാണ് കൊച്ചിനെ പ്രസവിക്കുന്നത്. ഏതാ 57 യൂണിറ്റ് വേദന? 20 അസ്ഥി പച്ചയ്ക്ക് വട്ടമുടിയുന്ന വേദന. ആ കഠിന വേദന അനുഭവിച്ച് ആ കുഞ്ഞിനെ പ്രസവിച്ച് തൊട്ടനന്തരം അമ്മയുടെ വയറുമായി ബന്ധിച്ചു നിൽക്കുന്ന പൊക്കിൾക്കൊടിയുണ്ട്. ഡോക്ടർ ആ കൊച്ചിനെ ഇങ്ങനെ കൈപിടിച്ച് അമ്മയോട് ചോദിക്കും, പൊക്കിൾക്കൊടി മുറിക്കട്ടെ? നിങ്ങൾ കേട്ടില്ലല്ലേ? പൊക്കിൾക്കൊടി മുറിക്കട്ടെ. അപ്പൊ 57 യൂണിറ്റ് വേദന തിന്നേച്ച് നിൽക്കുക. പൊക്കിൾക്കൊടി മുറിക്കട്ടെ. ആ വേദനയുടെ നടുക്ക് അമ്മയുടെ ചോദ്യം എന്നറിയോ? കൊച്ചിന് വേദന എടുക്കോ? കൊച്ചിന് വേദന എടുക്കോ? അവളുടെ പേരാണ് അമ്മ. അവളാണ് അമ്മ. ക്രൂശിൽ കിടന്ന് തീക്കകത്ത് കത്തുമ്പോഴും തമ്പുരാൻ ചോദിച്ചെന്നറിയോ? ഇവളെ കിട്ടുവോ? ഈ കൊച്ചിനെ കിട്ടുവോ? ഇവളെ കിട്ടുവോ? ഇയാളെ കിട്ടുവോ? നിങ്ങളെ കിട്ടുവോ? എടാ നിങ്ങളെയൊക്കെ കിട്ടുവോ? കർത്താവിന്റെ ദാസന്മാരെ, നിങ്ങളെ കിട്ടുവോ? ആ തീക്കകത്ത് വെന്തപ്പോഴും അവൻ ചിരിച്ചതെന്നറിയോ? എനിക്ക് യേശു മതിയെന്ന് പറയുന്ന ഒരു തലമുറയെ കണ്ടോണ്ട്. ഇന്ന് രാത്രി രക്ഷിക്കപ്പെടാത്ത ഒരാളുണ്ടെങ്കിൽ ക്രൂശിന്റെ ചോട്ടിലോട്ട് വരണം. അപ്പൊ ഞാനൊരു പാപിയാന്ന് പറയണം. എനിക്ക് നിന്നെ വേണമെന്ന് പറയണം. എനിക്ക് നിന്നെ മതി എന്ന് പറയണം. സ്നാനപ്പെടാത്തവരുണ്ടോ? നീ അധികം തമാശ കളിക്കരുത്. നിന്റെ പ്രാണൻ താലത്തിലിരിക്കുക. നാളെ നീ ഉണ്ടോ നിനക്ക് പറയാൻ പറ്റുക. എന്റെ ഒരു അഭിപ്രായം എന്നറിയോ? ഇന്ന് രാത്രി ഏതെങ്കിലും തോട്ടി പോയി സ്നാനപ്പെടണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. പറ്റുമെന്ന് എനിക്കറിയില്ല. മൂന്നാമത്തെ ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ട് എനിക്ക് പോണം.
മൂന്നാമത് പൗലോസ് പറഞ്ഞതെന്നറിയോ? മൃഗത്തിന്റെ ഉടല് തീക്കകത്ത്, റൈറ്റ്, യേശുവിന്റെ ശരീരം തീക്കകത്ത്. ഇത് രണ്ടും പാളയത്തിന് പുറത്താ. അടുത്തൊരു തലമുറയെ വിളിച്ചിട്ട് കർത്താവ് പറയുന്നു, നിങ്ങൾക്ക് പാളയത്തിന്റെ പുറത്തേക്ക് വരാവോ? എങ്ങോട്ട്? ക്രൂശിന്റെ അടിയിലേക്ക്, കർത്താവിന്റെ വേലയിലേക്ക്. കണ്ണെല്ലാം ഒന്ന് അടച്ചു പിടിച്ചിട്ട് ആരും ആരെയും നിർബന്ധിക്കണ്ട. എല്ലാവരും കണ്ണടച്ച്. എൻ്റെ മലയാളം മനസ്സിലാവുന്നവരൊക്കെ കണ്ണടച്ച്. കർത്താവിന്റെ ദാസന്മാർ കണ്ണടക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല, അല്ലാത്തവർ. കർത്താവ് ഒരു തലമുറയെ വിളിക്കുന്നു. നിനക്ക് പാപം വേണോ? നിനക്ക് സിഗരറ്റ് വലിക്കുന്ന കൂട്ടുകാർ വേണോ? നിനക്ക് വ്യഭിചാരം വേണോ? നിനക്ക് കഞ്ചാവ് വേണോ? നിനക്ക് MDMA വേണോ? നിനക്ക് കൂട്ടും കൂടി കറങ്ങി നടക്കണോ? നിനക്ക് പാപം ചെയ്യണോ? അതോ നിന്നെ ഉടിപ്പിക്കാൻ വേണ്ടി സ്വന്തം ശരീരത്തെ തീക്കാത്തിട്ട് അവന്റെ സാക്ഷിയാകണോ? ഇന്ന് രാത്രി എത്ര കുഞ്ഞുങ്ങൾ ഇതിനകത്തുകൊണ്ട് തീരുമാനം എടുക്കാൻ പറ്റുമോ? നീ നേഴ്സ് ആയിക്കോ, നീ ഡോക്ടർ ആയിക്കോ, നീ പൈലറ്റ് ആയിക്കോ, നീ ആർക്കിടെക്ടർ ആയിക്കോ, പക്ഷെ എനിക്ക് എങ്ങനെയെങ്കിലും യേശുവിന്റെ വേല ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? എനിക്ക് എങ്ങനെയെങ്കിലും യേശുവിന്റെ വേല ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? യേശുവിന്റെ വേല ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ആരും ആരെയും നോക്കണ്ട. പ്ലീസ്, ഓൾ ഓഫ് യു ക്ലോസ് യുവർ ഐസ്. ഓ യേശുവിൻ പിൻപേ പോകാനുറച്ച്, യേശുവിൻ പിൻപേ പോകാനുറച്ച്, യേശുവിൻ പിൻപേ പോകാനുറച്ച്, പിന്മാറാതെ ഞാൻ മാറാതെ. I have decided to follow Jesus. I have decided to follow Jesus. I have decided to follow Jesus. No turning back, no turning back. പിന്മാറാതെ. യേശുവിന്റെ വേല ചെയ്യാൻ ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? കുഞ്ഞുങ്ങൾ എത്ര പേരുണ്ട്? ആ കൈ ഒന്ന് ഉയർത്തി പിടിച്ച് അടുത്ത് നിൽക്കുന്നവരെ നോക്കാതെ വേണം കൈ ഉയർത്താൻ. ആരെ നോക്കരുത്. അടുത്ത് നിൽക്കുന്നവരെ നോക്കാതെ, അടുത്ത് നിൽക്കുന്നവരെ നോക്കാതെ. എവിടെയെങ്കിലും കൈ പൊക്കുന്നവരും മര്യാദയ്ക്ക് കൈ ഉയർത്തി പിടിച്ചോണം. ആ മൂലയ്ക്ക് നിൽക്കുന്നവരെല്ലാം ഫ്രണ്ടിലോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. എന്തിനാ അവിടെ പോയിക്കുന്നത്? ഇപ്പൊ മനസ്സിൽ പറയാ പൊക്കണ്ടായിരുന്നു, നിർബന്ധമില്ല എനിക്ക് വരണമെന്ന്. കർത്താവിന്റെ വേല ചെയ്യാൻ ആഗ്രഹം. പ്ലീസ് കം ഫോർവേഡ്. എടോ, കൈ പൊക്കിക്കൊണ്ട് അവിടെ നിൽക്കണ്ട, ഇങ്ങോട്ട് വന്നേ. കൈ പൊക്കുന്നവര് മുൻപോട്ട് വന്നേ, പ്രാർത്ഥിക്കാം. യേശുവിൻ പിൻപേ പോകാനുറച്ചു, യേശുവിൻ പിൻപേ പോകാനുറച്ചു, യേശുവിൻ പിൻപേ പോകാനുറച്ചു, പിന്മാറാതെ ഞാൻ മാറാതെ. പിന്മാറാതെ ഞാൻ മാറാതെ. യേശുവിൻ പിൻപേ പോകാനുറച്ചു. ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ. യേശുവിൻ പിൻപേ പോകാനുറച്ചു, യേശുവിൻ പിൻപേ പോകാനുറച്ചു, പിന്മാറാതെ ഞാൻ മാറാതെ. പിന്മാറാതെ ഞാൻ മാറാതെ. യേശുവിൻ പിൻപേ പോകാനുറച്ചു, യേശുവിൻ പിൻപേ പോകാനുറച്ചു,
യേശുവിൻ പിൻപേ പോകാനുറച്ചു പിന്മാറാതെ ഞാൻ മാറാതെ പിന്മാറാതെ ഞാൻ മാറാതെ യേശുവിൻ പിൻപേ പോകാനുറച്ചു യേശുവിൻ പിൻപേ പോകാനുറച്ചു യേശുവിൻ പിൻപേ പോകാനുറച്ചു പിന്മാറാതെ ഞാൻ മാറാതെ പിന്മാറാതെ ഞാൻ മാറാതെ The cross before me, the world behind me. The cross before me, the world behind me. The cross before me, the world behind me. No turning back, no turning back, no turning back, no turning back. ഒരു 2 വരി പാടി ഒന്ന് കൈയടിച്ച് ആരാധിച്ച് ബന്ധിക്ക് പോയതിന്റെ ഭാരങ്ങൾ പാടാം.